നമസ്കാരം. ലിയാൻഡറും അയാൾക്കൊപ്പമുള്ള ആ മൈറ്റി ഫിഗേഴ്സും അവിടെ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ മാർക്ക് ഫെല്ലർ ഒരു കാര്യം മനസ്സിലാക്കി. ലിയാൻഡർക്ക് എന്തോ കുഴപ്പമുണ്ട്. മാർക്ക് ലിയാൻഡറെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അവനോടായി പറഞ്ഞു, ഏയ് ലിയാൻഡർ, നീ ആ ആൾക്കുരങ്ങിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അത് ഏൽപ്പിച്ച പരിക്കിൽ നിന്ന് പൂർണ്ണമായും മോചിതനായിട്ടില്ല അല്ലേ? മാർക്ക്, അതൊന്നും നീ അറിയണ്ട. എനിക്ക് നിന്നെ തോൽപ്പിക്കാൻ ഈ ഒരു കൈ മതി. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ആ ഇടത് കൈ പൊക്കി കാണിക്കുകയാണ്. അത് കണ്ടതും മാർക്ക് ഒന്ന് ചിരിച്ചു. ഏയ് ലിയാൻഡർ, നീ വളരെ ചെറുപ്പമാണ്. നിനക്ക് വെറും 17 വയസ്സാണ് പ്രായം. പക്ഷെ ഇപ്പോഴും നീ വലിയ ധിക്കാരമാണ് കാണിക്കുന്നത്. നിന്നെ ഈ ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് അവസാനിപ്പിച്ചില്ലെങ്കിൽ നീ നാളെ ഈ നാട്ടിന് വലിയ വിപത്തായി മാറും. മാർക്ക് ഫെല്ലറുടെ ആ വാക്കുകൾ ആ സ്ക്വയറിന് ചുറ്റും നിൽക്കുന്ന ആളുകളിൽ ഒരു വല്ലാത്ത അതിശയം ഉണ്ടാക്കുകയാണ്. ഈ ലിയാൻഡർ ക്ലൗഡ് സെക്ഷനിലെ ജീനിയസ് എന്ന് എല്ലാവരും വിളിക്കുമ്പോഴും അവൻ ക്രൂരനാണെന്നുള്ള കാര്യം അവിടെ കൂടി നിൽക്കുന്ന പലർക്കും അറിയാം. ആളുകളെ കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത ഒരു കഥാപാത്രമാണ് ആ ലിയാൻഡർ. അവൻ ഒരു 10 കൊല്ലം കൂടി ഈ ശൈലിയിൽ വളരുകയാണെങ്കിൽ നാളെ അവൻ സമൂഹത്തിന് ഒരു ത്രെട്ടായി മാറും. അവനാണ് എല്ലാം എന്നുള്ള ഒരു തോന്നൽ അവനുണ്ട്. ആളുകൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ലിയാൻഡറോട് ഉറക്കെ പറഞ്ഞു, ലിയാൻഡർ, നിന്നെ കൊല്ലാൻ എനിക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട്. നീ ഹണ്ടിങ് ഓർഗനൈസേഷന്റെ ആ ലീഡറെ ചതിച്ചു കൊന്നവനാണ്. നിന്നെ ഹണ്ടിങ് ഓർഗനൈസേഷന് വേണ്ടി വകവരുത്താൻ ഞാനും ബാധ്യസ്ഥരാണ്. ഹണ്ടിങ് ഓർഗനൈസേഷന്റെ ലീഡർ കൊല്ലപ്പെട്ട കാര്യം ഗൂസിറ്റിയിലും ആളുകൾ അറിഞ്ഞതാണ്. ആ കൊലപാതകത്തിന് പിന്നിലും ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ ജീനിയസ് ഉണ്ടെന്നുള്ള കാര്യം മാർക്ക് ഫെല്ലർ ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോ ലിയാൻഡറുടെ മുഖമൊന്ന് മങ്ങി. മാർക്ക്, നുണ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. നിന്നെ ഇനി സംസാരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലിയാൻഡർ അതിവേഗതയിൽ മുന്നോട്ട് നീങ്ങുമ്പോ ലിയാൻഡറുടെ വേഗത ശരിക്കും ആളുകളെ അമ്പരപ്പിക്കുന്നുണ്ട്. കണ്ണഞ്ചിക്കുന്ന വേഗതയിലാണ് അവൻ മാർക്ക് ഫെല്ലറിനെതിരെ പാഞ്ഞെത്തിയത്. മാർക്കും സ്വാഭാവികമായും ലിയാൻഡറെ നേരിടുമ്പോൾ ഒരു തയ്യാറെടുപ്പ് നടത്തണമല്ലോ. മാർക്ക് പെട്ടെന്ന് തന്നെ 5th ലെവൽ ബാറ്റിൽ ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞിരുന്നു. മാർക്കിന്റെ ആ 5th ലെവൽ ബാറ്റിൽ ഫോർമുലയുടെ പവർ വലം കൈയിലേക്ക് മാർക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ആ വലം കൈ കൊണ്ട് മാർക്ക് ഫെല്ലർ തനിക്ക് നേരെ പഞ്ച് ചെയ്ത ലിയാൻഡറുടെ വലം കൈയിലേക്ക് ആഞ്ഞിടിച്ചു. മാർക്ക് ഫെല്ലറുടെ ആ വലം കൈ ലിയാൻഡർക്ക് നേരെ പാഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായി ഒരു കാറ്റുണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറെ തരംഗങ്ങൾ, ഒരു പ്രഷർ അത് ലിയാൻഡറുടെ ഭാഗത്തുണ്ടായി. ലിയാൻഡർ ശരിക്കും ഓൾമൈറ്റി ലെവലിലേക്ക് കടന്നിരിക്കുന്ന യോദ്ധാവാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ആ മൊമെന്റം വല്ലാത്തൊരു ഊർജ്ജ വിന്യാസം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ പവർഫുൾ ഊർജത്തിൽ നിന്നുകൊണ്ടാണ് ലിയാൻഡർ മാർക്കിനെതിരെ അതിശക്തമായി ഇടിച്ചത്. ആ 2 കൈകളും തമ്മിൽ കൂട്ടിമുട്ടിയതും സ്വാഭാവികമായിട്ടും അതിശക്തമായ തരംഗങ്ങളുടെ ഒരു പ്രസാരണം എല്ലാ ഭാഗത്തേക്കും ഉണ്ടായി. ഈ ഗൂസിറ്റിയിൽ സിറ്റിക്ക് അകത്തും പുറത്തുമായി ശക്തമായ ഫോർമേഷനുകളുണ്ട്. ആ ഫോർമേഷനിൽ ചെന്ന് ഇടിച്ചാണ് ആ തരംഗങ്ങൾ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടത്. എന്നിട്ടും പല ആളുകൾക്കും കാര്യമായി പരിക്കേറ്റു. 2 അതിശക്തർ ഏറ്റുമുട്ടുമ്പോൾ ആ ഭാഗത്തൊന്നും ചെന്ന് പെടാതിരിക്കുന്നതാണ് നല്ലതെന്ന് സാധാരണ ആളുകൾ പറയുന്നത് വെറുതെയല്ല. മാർക്ക് ഫെല്ലറും ലിയാൻഡറും തമ്മിലുള്ള ആ പഞ്ച് 2 ആളുകളെയും പുറകോട്ട് മാറ്റിയപ്പോൾ കാണികൾക്ക് വല്ലാത്തൊരു അതിശയം. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ജീനിയസ് ആണല്ലോ ലിയാൻഡർ. ആ ലിയാൻഡറെ ഒറ്റ ഇടിക്ക് മാർക്ക് ഫെല്ലർ പുറകോട്ട് നീക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് ആ സ്ക്വയറിന് ചുറ്റുമുള്ള അനവധി ആളുകളിൽ 2 പേർ ഒരു ബെറ്റ് വയ്ക്കുകയാണ്. ഡാനി, ഇതാ 1000 കോയിൻ ഞാൻ ബെറ്റ് വയ്ക്കുകയാണ്. ആ മാർക്ക് ഫെല്ലർ ലിയാൻഡറെ കൊല്ലും. അത് കേട്ടതും അവന്റെ സഹോദരനും 1000 സ്പിരിറ്റ് കോയിൻ ബെറ്റ് വെച്ചു. ഞാൻ പറയുന്നു ആ ലിയാൻഡർ മാർക്കിനെ കൊല്ലുവന്നു. മാർക്ക് ഫെല്ലർക്ക് വേണ്ടി ഡാനിയലും ലിയാൻഡർക്ക് വേണ്ടി എറിക്സനും ബെറ്റ് വെച്ചു. സ്വാഭാവികമായിട്ടും ഈ ശൈലിയിലുള്ള ബെറ്റുകളും ചർച്ചകളും ഒക്കെ ആളുകളുടെ ഇടയിൽ അങ്ങനെ നടക്കുമ്പോൾ സിറ്റി ലോർഡ് ആകാംക്ഷയോടെ താഴേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അയാളുടെ പുറകിലായി അനവധി മൈറ്റി ലെവൽ വാരിയേഴ്സും ഉണ്ട്. പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇടപെടാൻ തയ്യാറായാണ് അയാളും അയാളുടെ ടീമും നിൽക്കുന്നത്. ആ ടീമിന്റെ തൊട്ടു താഴെയായി ആ മേഖലയുടെ ക്രമസമാധാന ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിൽപ്പുണ്ട്. അയാളുടെ കൂടെയും കുറെ ആളുകളുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ ആ വലിയ വയറിൽ ഒന്ന് താളം പിടിച്ചുകൊണ്ട് താഴത്തെ ആ ഫൈറ്റ് നോക്കി നിൽക്കുകയാണ്. അയാളൊരു മ്യൂസിക് ഷോ കാണുന്ന ഒരു മൈൻഡ് സെറ്റിലാണ്. അയാൾ പോലും അറിയാതെ അയാളുടെ വയറിൽ ഇങ്ങനെ താളം പിടിക്കുകയാണ്. ഈ സമയത്താണ് താഴെ ലിയാൻഡർ ഒന്ന് അലറിയത്. ഏയ് മാർക്ക് ഫെല്ലർ, നിന്നെ ഇനി ഞാൻ മുന്നോട്ട് പോകാൻ അനുവദിക്കത്തില്ല. അങ്ങനെ പറഞ്ഞ ലിയാൻഡർ അയാളുടെ 2 കൈയും ഒന്ന് ഉയർത്തി ഒന്ന് ഫ്ലിപ്പ് ചെയ്തതും അയാളുടെ തൊട്ട് മുന്നിൽ വലിയൊരു സ്ക്രീൻ പോലെ ഒരു ചിത്രം
പ്രത്യക്ഷപ്പെട്ടു. ലിയാൻഡറുടെ ഹെവൻ ഫ്ലിപ്പിംഗ് സ്പെല്ല് ശരിക്കും പോപ്പുലറാണ്. അവൻ ആ കൈ അങ്ങനെ ഫ്ലിപ്പ് ചെയ്തതും ആ വൺ സ്ക്രീൻ ലിയാൻഡറുടെ മുന്നിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോ ആളുകൾ ഉറക്കെ പറഞ്ഞു പോവുകയാണ്, ലിയാൻഡർ രണ്ട് കൽപ്പിച്ചാണല്ലോ, അവന്റെ തുറപ്പിച്ചിട്ടാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. അങ്ങനെ ആളുകൾ പറയുമ്പോഴേക്കും ആ സ്ക്രീൻ പെട്ടെന്ന് വലുതായി. ആ സ്ക്രീൻ വലുതാകുന്ന അതേ നിമിഷത്തിൽ ആ സ്ക്രീനിൽ നിന്ന് ശക്തമായ ഒരു പ്രഷർ മുന്നിലേക്ക് വന്നു തുടങ്ങി. മാർക്ക് ഫെല്ലർ ആ സ്ക്രീൻ നേരത്തെ ആ വനത്തിനകത്ത് വെച്ച് കണ്ടതാണ്. മാർക്കിനെ ആക്രമിക്കാനായി ആ സ്ക്രീൻ തന്നെയാണ് ലിയാൻഡർ തുടക്കത്തിലെ ഉപയോഗിച്ചത്. അതേ സ്ക്രീനുമായി ഇതാ വീണ്ടും ലിയാൻഡർ രംഗത്ത് വന്നിരിക്കുകയാണ്. ആ സ്ക്രീനിന്റെ ശക്തിയെക്കുറിച്ച് മാർക്കിന് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്ക് സർവശക്തിയും മാർക്കിന്റെ കയ്യിലേക്ക് കേന്ദ്രീകരിച്ച് മുന്നോട്ട് കുതിച്ചു. മാർക്ക് മുന്നോട്ട് കുതിക്കുമ്പോൾ മാർക്കിന് നേരെ പാഞ്ഞു വരുന്ന ആ സ്ക്രീനും മുന്നോട്ട് വരികയാണ്. ആ സ്ക്രീൻ മുന്നോട്ട് വരുമ്പോൾ ലിയാൻഡർ രണ്ട് കൈയും അങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ശരിക്കും അയാളുടെ കയ്യിൽ നിന്ന് ഇന്റേണൽ എനർജി അതിശക്തമായി മുന്നോട്ട് വന്ന് ഒരു സ്ക്രീൻ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നതാണ്. അയാളുടെ തന്നെ ഊർജമാണ് മുന്നിലേക്ക് പാഞ്ഞു വരുന്നത്. ഒരു ബുള്ളറ്റ് ട്രെയിൻ പാഞ്ഞു വരുന്ന അതേ വേഗതയിൽ ആ സ്ക്രീൻ മാർക്ക് ഫെല്ലർക്കെതിരെ പാഞ്ഞു വരുമ്പോൾ നിന്ന സ്ഥലത്തുനിന്ന് ചാടി ഉയർന്ന മാർക്ക് കൈ ഒന്ന് പുറകോട്ട് വലിച്ച് മുന്നോട്ടേക്ക് ഒരു അച്ചയിടി. കാത് അടച്ചു പോകുന്ന ഒരു ശബ്ദമാണ് ആ നിമിഷത്തിൽ ആളുകൾ കേട്ടത്. അവിടേക്ക് ചെവി തകരുന്ന പോലുള്ള ആ ശബ്ദം ഉണ്ടായ ആ നിമിഷത്തിൽ അവിടെ പ്രകാശം ഒന്ന് ചിതറുകയും ചെയ്തു. ശരിക്കും അമാനുഷികമെന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു സ്പെല്ലാണ് ഈ ഹെവൻ ഫ്ലിപ്പിംഗ് സ്പെൽ എന്ന് പറയുന്നത്. ഒരു മാന്ത്രിക വിദ്യയാണത്. അതിശക്തമായ പ്രഷർ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കാൻ അതിന്റെ സൃഷ്ടാവിന് സഹായകരമാകുന്ന ശൈലിയിലാണ് ആ സ്പെൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു പോയിന്റിലേക്ക് മുഴുവൻ പവർ കേന്ദ്രീകരിക്കപ്പെടുന്ന ആ സ്പെൽ മാർക്ക് ഫെല്ലർക്ക് നേരെ ഉപയോഗിച്ചപ്പോൾ മാർക്ക് ആ സ്പെല്ലിലേക്കാണ് ആഞ്ഞിടിച്ചത്. ആ സ്ക്രീനിലേക്ക് ആഞ്ഞിടിച്ച മാർക്കിന്റെ വലത് കൈ ആ സ്ക്രീനിൽ തൊട്ട് ആ നിമിഷം തന്നെ മാർക്കിന്റെ ഇടത് കൈയും ആ സ്ക്രീനിലേക്ക് പതിച്ചു. തുടർച്ചയായി രണ്ടാമത്തെ പഞ്ചും ആ സ്ക്രീനിലേക്ക് പതിച്ചതും ആ സ്ക്രീൻ സൃഷ്ടിച്ച ലിയാൻഡർ ശരിക്കും പുറകോട്ട് തെറിച്ചു. പുറകോട്ട് തെറിച്ച് തറയിൽ വീണ ലിയാൻഡറുടെ വായിൽ നിന്ന് ചോര പുറത്തേക്ക് ചാടുകയും ചെയ്തു. അയാളുടെ ഇന്റേണൽ എനർജിയാണ് ഇവിടെ ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വെറും രണ്ട് ഇടിയിൽ ലിയാൻഡറെ മാർക്ക് ഫെല്ലർ തറയിലേക്ക് തെറിപ്പിച്ചു എന്ന യാഥാർത്ഥ്യം സ്വാഭാവികമായിട്ടും അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ജീനിയസ് ആണ് ആ തറയിൽ വീണ് പുറകോട്ട് നിരങ്ങിയത്. ഈ കാഴ്ച കണ്ട ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആ മൈറ്റി ഫിഗേഴ്സ് അതിവേഗം ഓടി ലിയാൻഡറുടെ അടുത്തെത്തി. അവര് ലിയാൻഡറെ പിടിച്ചെണീപ്പിക്കാൻ ശ്രമിച്ചതും ലിയാൻഡർ അവരുടെ കൈ തട്ടി മാറ്റിയിട്ട് ചാടി എണീറ്റു. അവരുടെ വായിക്കുടി ചോര ഒലിക്കുന്നുണ്ട്. മാസ്റ്റർ, അവരെ കൊല്ലാൻ ഞങ്ങളുടെ കൂടെ. അത് വേണ്ട, ഇവനെ ഞാൻ തന്നെ തീർക്കും. തന്റെ വായിക്കുടി ഒലിച്ചിറങ്ങുന്ന രക്തത്തെ വലത്ത് കൈകൊണ്ട് വലിച്ചെടുത്ത് തറയിലേക്ക് എറിഞ്ഞിട്ട് ലിയാൻഡർ അത് പറയുമ്പോൾ മാർക്ക് ലിയാൻഡറോട് പറഞ്ഞു, ലിയാൻഡർ, നീ എനിക്ക് തരമല്ല. ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആ ജീനിയസിനോട് അങ്ങനെ ഒരാൾ പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കാൻ ആ ജീനിയസിന് പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡയലോഗിനൊന്നും നിൽക്കാതെ അലറിക്കൊണ്ട് ലിയാൻഡർ മുന്നോട്ട് കുതിച്ചു. ശരിക്കും അവന്റെ ക്രൗര്യം വർദ്ധിക്കുകയാണ്, അവന്റെ ശക്തിയും. മുന്നോട്ട് കുതിച്ച ലിയാൻഡർ പെട്ടെന്നാണ് കൈ രണ്ടും മുകളിലേക്ക് ഉയർത്തിയത്. ഈ നിമിഷത്തിൽ നേരത്തെ പോലെ ആ ഒരു സ്ക്രീൻ ഉണ്ടായി, പക്ഷേ അത് കൈയുടെ രൂപത്തിലാണെന്ന് മാത്രം. ശക്തമായ ഒരു വലിയ കൈ ലിയാൻഡറുടെ തൊട്ടു മുന്നിൽ ഉണ്ടായിരിക്കുകയാണ്. ആ കൈ ഉണ്ടായ ആ നിമിഷത്തിൽ ലിയാൻഡറും മുന്നോട്ട് കുതിക്കുകയാണ്. മുന്നോട്ട് കുതിക്കുന്ന ലിയാൻഡർക്ക് തൊട്ടു മുന്നിലായി ഒരു കൂട്ട പോലെ വലിയൊരു കൂറ്റൻ കൈ. ആ കൂറ്റൻ കൈ ഉപയോഗിച്ച് മാർക്ക് ഫെല്ലറെ ഒറ്റയടിക്ക് അവസാനിപ്പിക്കാന്നുള്ളതാണ് ലിയാൻഡറുടെ ടാർഗറ്റ്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കിയ മാർക്ക് ഫെല്ലർ ആ നിമിഷത്തിൽ തന്നെ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന്റെ തലയ്ക്ക് മുകളിലായി ആ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ പ്രത്യക്ഷപ്പെട്ട ആ നിമിഷത്തിലാണ് ലിയാൻഡറുടെ ആ കൈ താഴേക്ക് താഴുന്നത്. അതിശക്തമായി ആ കൈ അങ്ങനെ താഴുമ്പോൾ മാർക്ക് ഫെല്ലർക്ക് മുകളിൽ വല്ലാത്തൊരു പ്രഷർ അനുഭവപ്പെടുകയാണ്. പക്ഷേ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ മാർക്കിന്റെ തലയിൽ ഉള്ളത് കൊണ്ട് ആ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ അതിശക്തമായിട്ട് തന്നെ തിരിച്ച് ആ കൈയിലേക്ക് പ്രഷർ കൊടുക്കുകയാണ്. ആ സമയത്ത് ആ മൗണ്ടന്റെ ശക്തിയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ആ കൈ പതുക്കെ താഴ്ന്നു വരുമ്പോൾ മാർക്ക് ഫെല്ലർ ഇരു കൈ കൊണ്ട് ആ മുകളിൽ കാണുന്ന മാന്ത്രിക കൈയിലേക്ക് ആഞ്ഞ് ഒന്നിടിച്ചു. 1, 2, 3 എന്ന് പറയുമ്പോഴേക്കും മാർക്കിന്റെ കൈകൾ അതിവേഗതയിൽ ആ മാന്ത്രിക കൈയിൽ പതിച്ചു കഴിഞ്ഞു. മാർക്ക് ആ പ്രഷറിൽ താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മാർക്കിന്റെ കൈകൾ ആ മാന്ത്രിക കൈയിൽ ആഞ്ഞാഞ്ഞ് പതിച്ചത്. മാർക്കിന്റെ കൈ മൂന്നാമതും ആ മാന്ത്രിക കൈയിൽ പതിച്ചതും ആ കൈ സൃഷ്ടിച്ചിരിക്കുന്ന
ലിയാൻഡർ ശരിക്കും നൂല് പൊട്ടിപ്പോയ പട്ടത്തിന്റെ രീതിയിൽ ഒന്ന് തെറിച്ചു. അവൻ തെറിച്ച താഴേക്ക് വീണതും ആ മാന്ത്രികൈ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ആ മാന്ത്രികൈ നിയന്ത്രിക്കാൻ ലിയാൻഡർക്ക് പറ്റിയില്ല. ലിയാൻഡറുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ചോര വരികയാണ്. ആ ആൾക്കുരകുമായിട്ടുള്ള ആ യുദ്ധം ലിയാൻഡറെ വളരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരിക്കുകയാണെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. മാർക്കിന് കഥ മനസ്സിലായി. ലിയാൻഡറുടെ പൂർണ്ണ ശക്തിയിലാണ് ലിയാൻഡർ മാർക്കിനെ ആ നിമിഷത്തിൽ എതിരിട്ടിരുന്നെങ്കിൽ മാർക്കിന് ലിയാൻഡറെ തൊടാൻ പറ്റില്ലായിരുന്നു. മാർക്കിന് അത് കൃത്യമായിട്ട് അറിയാം. മാർക്ക് ഫെല്ലർ തെറിച്ചു വീണ ലിയാൻഡറെ നോക്കുമ്പോഴേക്കും വീണ്ടും ലിയാൻഡറെ പിടിച്ച് എണീപ്പിച്ചുകൊണ്ട് ആ മൈറ്റി ഫിഗേഴ്സ് ലിയാൻഡറോട് പറഞ്ഞു, മാസ്റ്റർ, ഞങ്ങൾ കൂടി സഹകരിക്കാം. ഏയ് വേണ്ട, ഈ പുരുഷാരവം മുഴുവൻ കണ്ടു നിൽക്കേ, എനിക്ക് ഒറ്റയ്ക്ക് ഇവനെ തീർക്കണം. 2 തവണ തെറിച്ചു വീണിട്ടും ആ ചെറുപ്പക്കാരന്റെ വീര്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അവൻ ഒന്ന് ശ്വാസമെടുത്തു. ശരിക്കും അവന്റെ ഉള്ളിൽ പരിക്കുണ്ട്. ആ പരിക്കിനെ അവഗണിച്ചുകൊണ്ട് അവന്റെ സർവശക്തിയും ഒരു സ്പെല്ലിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ആ സ്പെല്ല് എന്താണെന്ന് അറിയാനായി സകല ആളുകളും അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലർക്ക് അപകടം മണത്തുടങ്ങി. മാർക്ക് ഫെല്ലർ ലിയാൻഡറുമായിട്ടുള്ള ആ ഫൈറ്റ് തുടങ്ങിയ നിമിഷത്ത് തന്നെ 5th ലെവൽ ബാറ്റിൽ ഫോർമുല ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ 5th ലെവൽ ബാറ്റിൽ ഫോർമുലയുടെ ആയുസ് ഏതാണ്ട് 10 മിനിറ്റാണ്. ഇപ്പൊ തന്നെ 4-5 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞു. ആ ബാറ്റിൽ ഫോർമുലയുടെ കാലാവധി തീരും മുമ്പ് ലിയാൻഡറെ അവസാനിപ്പിച്ചില്ലെങ്കിൽ അവസാനിക്കുന്നത് മാർക്കായിരിക്കും. അത് മനസ്സിലാക്കിയ മാർക്ക് കാത്തു നിൽക്കാൻ ശ്രമിക്കാതെ മുന്നോട്ട് കുതിച്ചു. മാർക്ക് മുന്നോട്ട് കുതിക്കുമ്പോഴേക്കും ലിയാൻഡർ അവന്റെ സ്പെല്ല് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അവൻ 2 കൈയും ഒന്ന് വൃത്താകൃതിയിൽ പിടിച്ചതും പെട്ടെന്ന് അവന്റെ മുന്നിൽ ഒരു വലിയ പ്രകാശ ഗോളമുണ്ടായി. ആ ഗോളം അവൻ കൈ ഒന്ന് വിടർത്തിയപ്പോൾ അതിശക്തമായി അങ്ങ് വലുതായി. കണ്ണഞ്ചിക്കുന്ന പ്രകാശം വമിപ്പിക്കുന്ന അതീവ തേജസ്സുള്ള ഒരു വലിയ ഗോളം ലിയാൻഡറുടെ തൊട്ടു മുന്നിൽ ഉണ്ടാവുകയാണ്. അവൻ കൈ ഇങ്ങനെ വിടർത്തി പിടിച്ചിരിക്കുകയാണ്. അവന്റെ കൈക്കകത്താണ് ആ ഗോളം. ആ ഗോളത്തിലെ പ്രകാശം കണ്ടപ്പോൾ സകല ആളുകളും അത് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ പുറത്തെടുക്കാത്ത ഒരു മാന്ത്രിക വിദ്യയാണ് ആ ഡിവൈൻ ഗ്ലോബ് സ്പെൽ എന്ന് പറയുന്നത്. അത് വല്ലാത്ത ഡിസ്ട്രക്റ്റീവ് പവറുള്ള ഒരു സ്പെല്ലാണ്. നശീകരണ സ്വഭാവം അതിന്റെ പരമോന്നതയിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നതാണ് ആ ഗ്ലോബ്. ആ ഗ്ലോബാണ് ഇവിടെ ആ ജീനിയസ് സൃഷ്ടിച്ചിരിക്കുന്നത്. വളരെ ശക്തമായ സ്പെല്ലുകൾ ഈ ചെറുപ്രായത്തിൽ തന്നെ പഠിച്ചെടുത്തിരിക്കുന്ന അവന്റെ ആ കപ്പാസിറ്റിയിൽ മുന്നോട്ട് കുതിക്കുകയായിരുന്ന മാർക്കിന് പോലും ഒരു മതിപ്പ് തോന്നുകയാണ്. മുന്നോട്ട് കുതിച്ച മാർക്ക് പെട്ടെന്ന് നിന്നു. കാരണം മാർക്കിന്റെ പഞ്ചുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമല്ല മുന്നിലുള്ള ഗ്ലോബ് എന്ന് അതിന്റെ ആ പ്രകാശവലയം മാർക്കിനോട് പറയാതെ പറയുകയാണ്. ശരിക്കും അഭൗമമായ തേജസ്സുള്ള ഒരു ഗോളമാണ് ലിയാൻഡർ തൊട്ടുമുന്നിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അവന്റെ മുഖത്ത് ഇപ്പോൾ വല്ലാത്ത ശാന്തതയാണ്. അവന്റെ വായിക്കൂടി രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടെങ്കിലും ശാന്തമായ മുഖത്തോട് നിൽക്കുന്ന ലിയാൻഡർ ആ കൈ ഒന്ന് തിരിച്ചു. അവൻ കൈ ഒന്ന് റൊട്ടേറ്റ് ചെയ്തതും മുന്നിലുള്ള ആ പ്രകാശഗോളവും അതിനനുസരിച്ച് തിരിഞ്ഞു തുടങ്ങുകയാണ്. ശരിക്കും ആ ഗ്ലോബിനെ അവൻ ചലിപ്പിക്കുകയാണ്. ആ ഗ്ലോബ് അങ്ങനെ ചലിച്ചു തുടങ്ങുമ്പോൾ ആ പ്രകാശം അതിനനുസരിച്ച് ചലിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ പ്രകാശം ആ സ്ക്വയറിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്നുണ്ട്. ഒരു കളിപ്പാട്ടം തിരിക്കുന്ന അതേ ലാഘവത്തോടെ മാർക്ക് ഫെല്ലർ തന്നെ നോക്കിക്കൊണ്ട് ലിയാൻഡർ ആ ഗ്ലോബ് ഒന്ന് തിരിച്ചിട്ട് കൈ ഒന്ന് പുറകോട്ടെടുത്തു. അവൻ വോളിബോള് നമ്മൾ ഫിംഗർ ചെയ്യുന്ന അതേ ശൈലിയിൽ ആ ഗ്ലോബിനെ ഒന്ന് ഫിംഗർ ചെയ്തു. അവൻ ആ ഗ്ലോബിലേക്ക് വിരല് കൊടുത്തതും ആ ഗ്ലോബ് ഒരു ശബ്ദത്തോടുകൂടി മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞു വന്നു. തന്റെ കൈ കൊണ്ടുള്ള പഞ്ചിന് ആ ഗ്ലോബിനെ തകർക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മാർക്ക് ഫെല്ലർക്ക് പെട്ടെന്ന് മനസ്സിലായി. പെട്ടെന്ന് മാർക്ക് കൈ ഒന്ന് ഉയർത്തിയതും മാർക്കിന്റെ കയ്യിൽ ഒരു ഇരുമ്പ് വടി പ്രത്യക്ഷപ്പെട്ടു. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ ഗൂഷിങ്ങിനോട് മാർക്ക് ഏറ്റുമുട്ടുമ്പോഴാണ് മാർക്ക് ആദ്യമായി ആ ഇരുമ്പ് വടി കണ്ടത്. അന്ന് ഗൂഷിങ്ങിന്റെ കയ്യിൽ നിന്ന് തെറിച്ചു വീണ ആ വടി മാർക്ക് സ്വന്തമാക്കിയതാണ്. ആ വടിക്ക് വല്ലാത്തൊരു പവർ ഉണ്ടെന്ന് അന്നേ മാർക്കിന് തോന്നിയിരുന്നു. ആ വടിയാണ് ഇപ്പൊ മാർക്ക് കയ്യിലെടുത്തത്. മാർക്കിന് വേറെ ഒന്നും ചെയ്യാനില്ല. ആ വടി കയ്യിലെടുത്ത മാർക്ക് 2 കൈ കൊണ്ടും ആ വടിയിൽ ആഞ്ഞു പിടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ ഗ്ലോബ് മാർക്കിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. ആ ഗ്ലോബ് പാഞ്ഞെത്തുമ്പോൾ അത് ശരിക്കും ഒരു പ്രഷർ സകല സ്ഥലത്തും ചെലുത്തുന്നുണ്ട്. ആ പ്രഷർ സ്വാഭാവികമായിട്ടും മാർക്കിനെ ഒന്ന് വിറപ്പിച്ചു. വിറയ്ക്കുന്ന കൈകൊണ്ട് മാർക്ക് ആ ഇരുമ്പ് വടി ഉപയോഗിച്ച് പാഞ്ഞു വരുന്ന ആ ഗ്ലോബിൽ ആഞ്ഞൊരൊറ്റയാടി. ശരിക്കും ഒരു ഗ്ലാസ് ഗ്ലോബിനെ ഒരു വടി കൊണ്ട് നമ്മൾ അടിച്ച് തകർക്കുമ്പോൾ എന്ത് സംഭവിക്കുമോ
അത് തന്നെ അവിടെ സംഭവിച്ചു. മാർക്കിന്റെ ആ ഇരുമ്പ് വടി കൊണ്ടുള്ള അടി ആ ഗ്ലോബിലേറ്റതും പ്രകാശം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരുന്ന ആ ഗ്ലോബ് ചെറു ചെറു തരികളായി അങ്ങ് ചിതറി. ശരിക്കും അമ്പരപ്പിക്കുന്ന ആ രംഗം അവിശ്വസനീയതയോടുകൂടിയാണ് ആളുകൾ കണ്ടത്. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ വളരെ വളരെ രഹസ്യാത്മകമായ ഒരു മാന്ത്രിക സ്പെല്ലാണ് അവിടെ ആ ജീനിയസ് ലിയാൻഡർ ഉപയോഗിച്ചത്. ആ സ്പെല്ലിൽ സൃഷ്ടിക്കപ്പെട്ട ഗ്ലോബിനെയാണ് ഇതാ മാർക്ക് ഫെല്ലർ ഒരു ഇരുമ്പ് വടി കൊണ്ട് അടിച്ച് തകർത്തിരിക്കുന്നത്. ആ വടിയിലേക്കായി പെട്ടെന്ന് ആളുകളുടെ നോട്ടം. അതേതാ വടി? ഒരു ഇരുമ്പ് ദണ്ടാണ് മാർക്കിന്റെ കയ്യിലിരിക്കുന്നത്. അതിന് മാന്ത്രിക വെപ്പൺ വല്ല ആണോ? അടിയേറ്റ് ഗ്ലോബ് ചിതറുമ്പോ മാർക്കും യഥാർത്ഥത്തിൽ കയ്യിലിരിക്കുന്ന ആ വടിയിലേക്ക് നോക്കി പോവുകയാണ്. മാർക്കിന്റെ കൈ ശരിക്കും വിറയ്ക്കുകയായിരുന്നു. ആ വിറയിൽ ഒന്ന് അടങ്ങുമ്പോൾ മാർക്ക് മറ്റൊരു കാഴ്ച കണ്ടു. ലിയാൻഡർ ഒരുപാട് ദൂരേക്ക് തെറിച്ചു വീണിരിക്കുകയാണ്. അവന്റെ പുറത്തുകൂടി ചോര ഒലിക്കുന്നുമുണ്ട്. തെറിച്ചു വീണ അവന്റെ കൈയോ കാലോ ഒടിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെതായ ഒരു ഞെരക്കം അവന്റെ ഭാഗത്തുനിന്ന് കേൾക്കാനുമുണ്ട്. മാർക്ക് ഫെല്ലർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഇരുമ്പ് ദണ്ടിന്റെ പിന്നിലെ കഥ എന്തെന്നൊന്നും മാർക്കിന് അറിയില്ല. പക്ഷെ ആ ഇരുമ്പ് ദണ്ട് മാർക്കിന്റെ ജീവൻ ഇതാ രക്ഷിച്ചിരിക്കുകയാണ്. ആ ഗ്ലോബിനെ തകർക്കാൻ ആ ഇരുമ്പ് ദണ്ടിന് കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ മാർക്ക് അവിടെ അവസാനിച്ചേനെ. ആ കാര്യത്തിൽ മാർക്കിന് ഒരു സംശയവുമില്ല. തെറിച്ചു വീണ ലിയാൻഡറെ അയാൾക്കൊപ്പമുള്ള ആ മൈറ്റി ഫിഗേഴ്സ് എല്ലാം കൂടി പിടിച്ചെണീപ്പിക്കുകയാണ്. ഇപ്പോ ആ സ്ക്വയർ പൂർണ്ണ നിശബ്ദതയിലാണ്. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ ജീനിയസ് ലിയാൻഡർ മാർക്ക് ഫെല്ലർക്ക് പിന്നിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ആ കാര്യത്തിൽ ഒരാൾക്കും ഒരു സംശയവുമില്ല. മുകളിൽ ആ ചെറുപ്പക്കാരിൽ ഡാനിയൽ എന്ന് വിളിക്കപ്പെട്ട ആള് അവന്റെ സഹോദരൻ എറിക്സിനോട് പറഞ്ഞു, എടാ എറിക്, നീ തോറ്റടാ, നിന്റെ പണം പോയടാ, എടുക്ക്, സ്പിരിറ്റ് കോയിൻ എടുക്ക്. മാർക്ക് ഫെല്ലർക്ക് വേണ്ടിയാണ് ഡാനിയൽ ബെറ്റ് വെച്ചത്. എറിക്ക് ബെറ്റ് വെച്ചത് ലിയാൻഡർക്ക് വേണ്ടിയാണ്. ലിയാൻഡർ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം 100% ഇതാ ഉറപ്പായിരിക്കുകയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് എറിക്ക് പറഞ്ഞു, ദാ നിന്റെ കോയിൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ വേഗം അവന്റെ വാലറ്റിൽ നിന്ന് 1000 സ്പിരിറ്റ് കോയിനുകൾ ഡാനിയലിന് ഹാൻഡ് ഓവർ ചെയ്തു. ആ സഹോദരന്മാർ തമ്മിലുള്ള ബെറ്റ് അവിടെ അങ്ങനെ അരങ്ങേറുമ്പോൾ മുകളിലത്തെ നിലയിൽ സിറ്റി ലോഡ് ശ്വാസം അടക്കി പിടിച്ചാണ് ആ കാഴ്ച കണ്ടത്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ ഒരുപാട് മിടുക്കന്മാരുണ്ട്. അതിൽ എല്ലാവരും പറയുന്ന ഒരു പേര് ലിയാൻഡറുടേതാണ്. ആ ലിയാൻഡറാണ് ഇവിടെ ഇതാ മാർക്ക് ഫെല്ലർ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുന്നിൽ പരാജയപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഇനി വേണ്ടത്? അതിനെക്കുറിച്ചാണ് സിറ്റി ലോഡ് ആലോചിക്കുന്നത്. സിറ്റി ലോഡിന്റെ ഇടതും വലതുമായി 1 ഡസനോളം ആളുകൾ നിൽപ്പുണ്ട്. അവരുടെ തൊട്ട് താഴത്തുള്ള നിലയിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരും അങ്ങനെ നിൽക്കുകയാണ്. ആ വയറിൽ താളം പിടിക്കുന്ന ആ പോലീസ് ചീഫ് വല്ലാത്തൊരു പുഞ്ചിരിയോട് കൂടിയാണ് ഈ സ്റ്റണ്ടൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അയാള് അടുത്തേക്കുന്ന പോലീസുകാരോട് പറഞ്ഞു, അവൻ കൊള്ളാല്ലേ. മാർക്ക് ഫെല്ലർ നോക്കിയാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. ഇതേ ഡയലോഗ് അതിന്റെ പല ശൈലിയിൽ ആ സ്ക്വയറിൽ പല ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. മാർക്ക് ഫെല്ലറുടെ പടം അവിടെ മുഴുവൻ ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് മാർക്ക് ഫെല്ലറും ഹെവൻലി ക്ലൗഡ് സെക്ഷൻ തമ്മിലുള്ള ആ ഉടകനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ആ മാർക്ക് അതിധൈര്യമായി കൊല്ലപ്പെടുമെന്നാണ് സകലരും കരുതിയത്. പക്ഷെ അതൊന്നുമല്ല അവിടെ സംഭവിച്ചത്. ആളുകൾ അതിനെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ ലിയാൻഡർ അയാളുടെ കൂടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, അവനെ വിടരുത്. ആ മൈറ്റി ഫിഗേഴ്സ് കേൾക്കണമെന്ന് ആഗ്രഹിച്ച ആ വാചകമാണ് ഇതാ അവിടെ യങ് മാസ്റ്റർ അവരോട് പറഞ്ഞത്. അടുത്ത നിമിഷത്തിൽ 9 മൈറ്റി ഫിഗേഴ്സ് പെട്ടെന്ന് മാർക്കിന് മുന്നിലായി അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. മാർക്ക് ഫെല്ലർ വിജയിച്ചു എന്നാണ് നീ കരുതുന്നെങ്കിൽ അത് തെറ്റാണ്. നിന്നെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ടേ ഞങ്ങൾ ഇന്ന് മടങ്ങും. ആ 9 മൈറ്റി ഫിഗേഴ്സിനെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവരുടെ ലീഡർ എന്ന് തോന്നുന്ന ആള് അങ്ങനെ പറഞ്ഞതും അയാൾ കൈയൊന്ന് ഉയർത്തി. അയാളുടെ ഇടത് കൈയിൽ പെട്ടെന്നാണ് ഒരു വാള് പ്രത്യക്ഷപ്പെട്ടത്. അയാളുടെ ഇടത് കൈയിൽ ആ വാള് പ്രത്യക്ഷപ്പെട്ടപ്പോ സകലരും അമ്പരപ്പോടെ അയാളെ തന്നെ നോക്കുകയാണ്. അയാളുടെ ഇടത് കൈയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന വാളിന് വല്ലാത്തൊരു പ്രകാശം. അത് കണ്ട ആളുകൾ പരസ്പരം പറയുകയാണ്, അത് ഹാഫ് ലെവൽ സെയിന്റ് വെപ്പണാണ്. ഒരു ട്രൂ സെയിന്റ് ലെവലിലുള്ള ആളെന്ന് പറഞ്ഞാൽ അതിശക്തനാണ്. ഓൾമൈറ്റി ലെവലൊക്കെ കഴിഞ്ഞിട്ടാണ് ട്രൂ സെയിന്റ് ആകുന്നത്. ആ ട്രൂ സെയിന്റിലേക്കുള്ള യാത്രയുടെ പകുതിയാണ് ഹാഫ് സെയിന്റ് എന്ന് വിളിക്കുക. ആ ഹാഫ് സെയിന്റിന്റെ പവറുള്ള വാളാണ് ഇപ്പൊ ഇതാ ആ മൈറ്റി ലെവൽ ഫൈറ്ററുടെ കയ്യിലിരിക്കുന്നത്. ഈ പ്രാവശ്യം ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ നിന്ന് അവരെത്തിയിരിക്കുന്നത് ഒരു ഡിവൈൻ വെപ്പണുമായിട്ടാണ്. നേരത്തെ ഹണ്ടിങ് ഓർഗനൈസേഷനിൽ പോയപ്പോൾ ഡിവൈൻ വെപ്പൺ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഡിവൈൻ വെപ്പണുമായി അവരെത്തിയിരിക്കുന്നത്. ഡിവൈൻ വെപ്പണുമായി ആ ലീഡർ രംഗത്ത് വന്നതും പുറകിലുണ്ടായിരുന്ന ലിയാൻഡർ എണീറ്റ് മുന്നോട്ട് വന്നു. അവന്റെ ദേഹത്തിന്റെ പല ഭാഗത്തു നിന്നും ചോര ഒലിച്ചിറങ്ങുകയാണ്. വായിക്കൂടി അപ്പോഴും ചോര വരുന്നുണ്ട്. എന്നാലും അവൻ
മാർക്കിൽ നോക്കി ഉറക്കെ പറഞ്ഞു, എഹേ മാർക്ക് ഫെല്ലർ, നീ തീർന്നട. നിന്നെ അവസാനിപ്പിക്കാതെ ഞങ്ങള് ഇവിടുന്ന് മടങ്ങത്തില്ല. മാർക്കിന്റെ കയ്യിൽ ഇപ്പോഴും ആ ഇരുമ്പ് വടിയിരിക്കുകയാണ്. ഇരുമ്പ് വടി ഉപയോഗിച്ചുകൊണ്ട് മൈറ്റി ലെവലിൽ നിന്ന് ഓൾമൈറ്റി ലെവലിലേക്ക് കടന്ന ആ ലിയാൻഡ്രോ നേരിടാൻ മാർക്കിന് പറ്റി. പക്ഷെ ഇപ്പോ മാർക്കിനെ എതിരിടാനായി ഇറങ്ങി നിൽക്കുന്നത് 9 മൈറ്റി ലെവൽ ഫൈറ്റേഴ്സ് ആണ്. അവർ മൈറ്റി ലെവലിൽ തന്നെ പല സ്റ്റേജിലുമുള്ളവരാണ്. അവന്മാര് 9 പേരും ഒരുമിച്ച് തന്നെ ആക്രമിച്ചാൽ തനിക്ക് ആ വടിവെച്ച് അവരെ എതിരിടാൻ പറ്റുമോ എന്ന് മാർക്കിന് ഒരു സംശയമുണ്ട്. പക്ഷെ മാർക്കിന്റെ സംശയം അത് മാത്രമല്ല, ആ ലീഡറുടെ കയ്യിലിരിക്കുന്ന ആ വാളാണ്. അത് ഓൾമൈറ്റി ലെവലിന് അപ്പുറത്തുള്ള ട്രൂ സെയിന്റ് ലെവലിലെ ഒരു വെപ്പണാണ്. ട്രൂ സെയിന്റ് ലെവലിലെ വെപ്പണിന്റെ പവർ തനിക്ക് താങ്ങാൻ കഴിയുന്ന ഒന്നല്ല. അതും മാർക്കിന് അറിയാം. ഇപ്പോ പരിക്കേറ്റ ലിയാൻഡറും 9 ആളുകളുമാണ് മാർക്കിന് മുന്നിലുള്ളത്. പെട്ടെന്നാണ് ലിയാൻഡർ ഉറക്കെ നേരെ എതിർഭാഗത്തുള്ള ബിൽഡിംഗിൽ നോക്കി വിളിക്കുന്നത്, ഏയ് സിറ്റി ലോഡ്സ്, എന്തിനാ നോക്കി നിൽക്കുന്നത്? കേൾക്കേണ്ട താമസം സിറ്റി ലോഡ്സ് കൈയൊന്ന് അനക്കി. ആ നിമിഷത്തിൽ അവിടെ ഇടതുവശത്തും വലതുവശത്തും ഉണ്ടായിരുന്ന 1 ഡസൻ മൈറ്റി ഫിഗേഴ്സ് ആ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ജമ്പ് ചെയ്തു. അവര് സാവധാനം ആ തറയിൽ വന്ന് ലാൻഡ് ചെയ്തു. ഇപ്പോ ലിയാൻഡറുടെ കൂടെ ആ 12 പേരൂടെ ആയി. ലിയാൻഡറും ആ 12 പേരും പിന്നെ ലിയാൻഡർക്കൊപ്പമുള്ള ആ 9 പേരും ആവുമ്പോൾ ഫലത്തിൽ 22 ആളുകളായി. ഒരു ഭാഗത്ത് 22 ആളുകൾ, മറുഭാഗത്ത് മാർക്ക് ഫെല്ലർ ഒറ്റയ്ക്ക്. തനിക്കെതിരെയുള്ള ആളുകളുടെ എണ്ണം കൂടി എന്നുള്ള യാഥാർത്ഥ്യം മാർക്ക് മനസ്സിലാക്കുമ്പോഴേക്കും മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ഈ മൈറ്റി ലെവൽ ഫൈറ്റേഴ്സിന്റെ തൊട്ട് താഴത്തെ നിലയിലുണ്ടായിരുന്ന ആ പോലീസ് സംഘവും താഴെ എത്തി. അവരും മാർക്കിന് മുന്നിലായി അണിനിരന്നു. ആ പോലീസ് സംഘത്തിന്റെ നേതാവ്, നല്ല വയറുള്ള അയാൾ, ഇപ്പോഴും അയാളുടെ വയറിൽ അങ്ങനെ താളം പിടിക്കുകയാണ്. അയാൾക്കിതൊരു രസമുള്ള അനുഭവമാണ്. അയാള് മാർക്ക് ഫെല്ലറെ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോ ലിയാൻഡർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഇവിടെ ഇപ്പോ അവസാനിക്കും. അങ്ങനെ ലിയാൻഡർ പറഞ്ഞതും ലിയാൻഡറുടെ ആ 9 അംഗ സേന സാവധാനം മുന്നോട്ട് നീങ്ങി. മുന്നോട്ട് അവർ നടക്കുമ്പോൾ അതിന്റെ നേതാവിന്റെ കയ്യിൽ, ഇടത് കയ്യിൽ ആ വാളുണ്ട്. ആ വാളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രകാശം അതിന്റെ ആ ഡിവൈൻ കപ്പാസിറ്റി വിളിച്ചു പറയുകയാണ്. ശരിക്കും മാർക്ക് ഇത് അവസാനിക്കാൻ പോവുകയാണ് എന്നൊരു ഫീല് കാണികൾക്കും ഉണ്ടായി. മാർക്ക് ചുറ്റും നോക്കുകയാണ്. രക്ഷപ്പെടാൻ ഒരു വഴി ഉണ്ടാക്കിയേ പറ്റും. മാർക്കിന് നേരെ വരുന്ന ആ മുഴുവൻ ആളുകളെയും പരാജയപ്പെടുത്തിയിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. ഫൈറ്റിനിടയിൽ സുരക്ഷിതമായ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറണം. അതിനെ പറ്റിയ സ്ഥലം ഏതാണ്? അതാണ് മാർക്ക് ആലോചിക്കുന്നത്. അപ്പോഴും മാർക്കിനെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. ആ ഗൂ സിറ്റിക്ക് ചുറ്റുമായി ഒരു ഫോർമേഷൻ ഉണ്ട്. ആ ഫോർമേഷൻ എങ്ങനെ മറികടക്കും? അതുമാത്രമല്ല, ആ സ്ക്വയറിന് ചുറ്റും ഒരു ഫോർമേഷൻ ഉണ്ട്. ആ ഫോർമേഷൻ മറികടന്നാലേ മാർക്കിന് പുറത്തു പോകാൻ പറ്റും. ഇത്രയും മൈറ്റി ഫിഗേഴ്സ് അണിനിരന്ന് നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് എങ്ങനെ പുറത്തു കിടക്കുമെന്നാണ് മാർക്ക് ആലോചിക്കുന്നത്. മാർക്കിന്റെ കയ്യിൽ വളരെ കുറച്ച് റിസോഴ്സസേ ഉള്ളൂ. ആ വെനറബിൾ 5th മൗണ്ടനും പിന്നെ ഉള്ളത് ഈ അയൺ റോഡുമാണ്. മാർക്കിന്റെ ഡിവൈൻ സെൻസിനകത്ത് സാക്ഷാൽ ബുദ്ധൂസ് ഉണ്ട്. പക്ഷെ അവൻ ഉറക്കം തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. ബുദ്ധൂസ് ഉണർന്നാൽ പിന്നെ മാർക്കിന് ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ മൈറ്റി ലെവലുകാരെ നേരിടാൻ ബുദ്ധൂസ് മാത്രം മതി. പക്ഷേ മാർക്ക് ബുദ്ധൂസിനെ വിളിച്ചെങ്കിലും ബുദ്ധൂസിന് അനക്കൊന്നുമില്ല. മാർക്ക് സകല മാർഗങ്ങളും ഇങ്ങനെ ആലോചിക്കുകയാണ്. മാർക്ക് ബാറ്റിൽ വേൾഡ് ഫോർമുലയുടെ 6th ലെവലിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയമാണ്. അത് മാർക്ക് പൂർണ്ണമായി പഠിച്ചെടുത്തിട്ടില്ല. 5th ലെവൽ വരെ മാർക്കിന് അറിയും. മാർക്ക് അയാളുടെ റിസോഴ്സസ് ഒക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴേക്കും ആ ടീം നടന്ന് മാർക്കിന്റെ ഏകദേശം 10 അടി മുന്നിലെത്തി. ആ ടീമിന്റെ നേതാവ് കയ്യിൽ വാള് വെച്ചിരിക്കുന്ന ആള് ആ വാള് മാർക്ക് നേരെ ചൂണ്ടിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, ഈ ഡിവൈൻ വെപ്പൺ കൊണ്ട് കൊല്ലപ്പെടാനുള്ള യോഗം അത് വളരെ അപൂർവം ആളുകൾക്കേ ഉണ്ടാവും. നിനക്ക് ഭാഗ്യമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ ഇടത് കൈയിലെ വാള് അയാളുടെ വലത് കൈയിലേക്ക് കൊണ്ടുവന്നപ്പോ 2 കൈയും ആ വാളിന്റെ പിടിയിലായി. ശരിക്കും ആ വാളുമായി അയാൾ മുന്നോട്ട് കുതിക്കാനായിട്ട് പോയതും പെട്ടെന്നാണ് ഒരു ശബ്ദം അയാളെ തടസ്സപ്പെടുത്തുന്നത്. സകല ആളുകളും ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കുമ്പോൾ മാർക്ക് ഫെല്ലറുടെ അടുത്തേക്ക് വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച 2 ചെറുപ്പക്കാർ നടന്നു വരുന്നതാണ് ആളുകൾ കണ്ടത്. നടന്നു വരുമ്പോ അവരുടെ കയ്യിൽ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. അതും കുറിച്ചുകൊണ്ടാണ് അവര് വരുന്നത്. വളരെ ലാഘവത്തോടെയാണ് അവരുടെ നടത്തം. ഈ നടക്കുന്നതൊന്നും വലിയ സംഭവങ്ങളൊന്നും അല്ല എന്ന് അവരുടെ ഭാവം വിളിച്ചു പറയുകയാണ്. അവര് മാർക്കിന്റെ അടുത്തെത്തിയതും ആ ലീഡർ അവനോട് ചോദിച്ചു, എന്താ നിനക്കെന്താ വേണ്ടേ? ആ ചോദ്യം ആ ലീഡർ ചോദിച്ചതും ആ ചെറുപ്പക്കാരിൽ ഒരാൾ ആ ലീഡറെ അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞ് ലിയാൻഡർ നോക്കി. നീ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ വലിയ ജീനിയസ് ഒക്കെ അല്ലേ?
ആ ജീനിയസിന് പറ്റിയ പണിയാണോ നീ കാണിക്കുന്നത്? ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ജീനിയസ് ആയ ലിയാൻഡർ നോക്കി നീ എന്നൊക്കെ ഒരാൾ സംബോധന ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ലിയാന്റെ ആ ടീമിലുള്ള ആളുകൾക്ക് വല്ലാത്തൊരു അസംതൃപ്തി ഉണ്ടാവും. അത് അവിടെ ഉണ്ടാവുകയും ചെയ്തു. ആ ലീഡർ ദേഷ്യപ്പെട്ട് ആ സംസാരിക്കുന്ന ചെറുപ്പക്കാരോട് ചോദിച്ചു, ഏയ് ഞങ്ങളുടെ യങ് മാസ്റ്റർ കയറി നീ എന്ന് വിളിക്കുന്നു. ആ ചെറുപ്പക്കാരനെ നമ്മൾ അറിയും. നമ്മൾ നേരത്തെ കണ്ട ആ ബെറ്റ് വെച്ച 2 പേരിൽ ഒരാളാണ് അത്. അവന്റെ പേര് ഡാനിയൽ എന്നാണ്. ഡാനിയൽ അഥവാ ഡാനി ആ ലീഡറെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും ലിയാൻഡറോട് പറഞ്ഞു, ഹേയ് മിസ്റ്റർ ലിയാൻഡർ, താൻ എന്തൊരു പാഴാണോ? 2 പേര് തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുക സാധാരണമായ ഒരു കാര്യമാണ്. ഫൈറ്റിൽ തോക്കുമ്പോൾ വേറെ ആളുകളെ വിളിച്ചിറക്കുക. സ്കൂളിലൊക്കെ കുട്ടികൾ അടിയുണ്ടാക്കുമ്പോൾ രക്ഷിതാക്കളെ വിളിച്ചുകൊണ്ടൊന്ന് എതിരാളെ അടിക്കുന്ന ആ ചില വൃത്തികെട്ട കുട്ടികളുടെ സ്വഭാവമാണല്ലോ നീ കാണിക്കുന്നത്. മോശം. നിന്നെ ആരുടെ ജീനിയസ് എന്ന് പറഞ്ഞത്? അവിടെ കൂടി നിൽക്കുന്ന ആ പബ്ലിക്കിനെ മുഴുവൻ അമ്പരപ്പിക്കുന്ന ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഡാനിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഡാനി ആ ചോദ്യം ചോദിച്ചതും ഡാനിയുടെ സഹോദരൻ എറിക് ഉറക്കെ പറഞ്ഞു, ഡാനി, ഇവനെയൊക്കെ ജീനിയസ് എന്ന് വിളിച്ചാൽ പിന്നെ നമ്മളൊക്കെ എന്താ വിളിക്കേണ്ടത്? നാണക്കേടായി. ഇവനാണ് ജീനിയസ്. തോറ്റപ്പോ കുറെ ആളുകളെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ പോലും നാണമാവൂലോ നിന്റെ പേര് പറയുമ്പോ. എന്ത് മോശം ഇത്, എന്താ ഇത്? അതിന് അനുവദിച്ച് ഡാനിയും പറഞ്ഞു, അതെ അതെ, വളരെ മോശം, വളരെ മോശം. ഇവരുടെ ഈ ഷോ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ലിയാൻഡർ. ലിയാൻഡർക്ക് പെട്ടെന്ന് ശരിക്കും കൊണ്ട് ദേഷ്യം വന്നു. ഏയ് ആരാ നിങ്ങൾ? ആരാ നിങ്ങൾക്ക്? എന്താ അവിടെ കാര്യം? അങ്ങനെ പറഞ്ഞിട്ട് ലിയാൻഡർ അയാളുടെ കൂടുതലുള്ള ആളുകളോട് പറഞ്ഞു, എന്തിനാ നോക്കി നിൽക്കുന്നത്? അവരെ കൂടെ തീർക്ക്. കേൾക്കേണ്ട താമസം ആ മൈറ്റി ഫിഗേഴ്സ് മുന്നോട്ട് കുതിക്കാൻ പോയതും ആ മൈറ്റി ഫിഗേഴ്സിന്റെ ലീഡർ അവരെ ഒന്ന് തടുത്തു. സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിക്ക്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, മിസ്റ്റർ വാൻ വെല്ലിയും നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ആ ചോദ്യം ആ മൈറ്റി ഫിഗേഴ്സിന്റെ ലീഡർ ചോദിച്ചതും അതിന് മറുപടി പറഞ്ഞത് ഡാനിയാണ്. അപ്പോ നിനക്ക് ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറെ അറിയാമല്ലേ? അതെ, ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ആണ് മിസ്റ്റർ വാൻ വെൻലി. വാൻ വെൻലിയുടെ ചെറുമക്കളാണ് അവിടെ നിൽക്കുന്ന ആ 2 ചെറുപ്പക്കാരുമെന്ന് ആ വാക്കുകൾ വിളിച്ചു പറയുകയാണ്. പെട്ടെന്ന് ആ മൈറ്റി ലെവലിലെ ലീഡറുടെ മുഖം ഒന്ന് മങ്ങി. അയാൾ അറിയാതെ 2 സ്റ്റെപ്പ് പുറകോട്ട് മാറിപ്പോയി. അയാൾ മാത്രമല്ല, സകല മൈറ്റി ലെവലുകാരും പുറകോട്ട് മാറി. ആ മാറ്റം ആ ഗൂ സിറ്റിയിലെ സിറ്റി ലോഡിന്റെ മൈറ്റി ഫിഗേഴ്സിലും ഉണ്ടായി. അവരും ഒന്ന് പുറകോട്ട് മാറി. എതിരിടാൻ പാടില്ലാത്ത ആരോ ആണ് അവർക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. ഇത് കണ്ട ലിയാൻഡർ ആ പിന്നോട്ട് മാറുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ മാറുന്നത്? കൊല്ലവരെ. ലിയാൻഡർ അങ്ങനെ പറഞ്ഞതും മൈറ്റി ലെവൽ ഫിഗേഴ്സിന്റെ ലീഡർ ലിയാൻഡറോട് പറഞ്ഞു, മാസ്റ്റർ, അവർ ആ വെല്ലിയുടെ ചെറുമക്കളാണ്. വെല്ലിയെ ലിയാൻഡർക്കും അറിയാം. പക്ഷെ ഈ സാഹചര്യത്തിൽ വെല്ലിയുടെ പേരൊന്നും കേട്ട് വരാനുള്ള ഒരു മൈൻഡ് സെറ്റിലല്ല യഥാർത്ഥത്തിൽ ലിയാൻഡർ. അതൊന്നും നമുക്ക് നോക്കണ്ട, നമുക്ക് അവരെങ്ങനെ അവസാനിപ്പിക്കും. അങ്ങനെ ലിയാൻഡർ പറഞ്ഞതും ഡാനി ഉറക്കെ ലിയാൻഡറോട് പറഞ്ഞു, ലിയാൻഡർ, നീയും ഞങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞങ്ങള് വാൻ വെല്ലിയുടെ യഥാർത്ഥ ചെറുമക്കളാണ്. നീയാണെങ്കിലോ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ വെറും ഒരു യോദ്ധാവാണ്. നീ അവിടുത്തെ സെക്ഷൻ മാസ്റ്ററുടെ ചെറുമകനോ മകനോ ആയിരുന്നെങ്കിൽ നിനക്ക് ഞങ്ങളോട് എതിരിടാൻ പറ്റുമായിരുന്നു. നീ ഞങ്ങളുടെ പുറത്തു തൊട്ടാൽ എന്റെ മുത്തശ്ശൻ നിന്നെ ജീവനോട് തൊലിയുരിക്കും. നിന്റെ മാത്രമല്ല, ഈ നിൽക്കുന്ന എല്ലാവരുടെയും തൊലി ജീവനോടെ മുത്തശ്ശൻ ഉരിച്ചെടുക്കും. ഡാനി അത് പറയുമ്പോൾ ശരിക്കും അത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വെൻലി അറിയാവുന്ന സിറ്റി ലോഡിനും കൂടുതലുള്ളവർക്കും അറിയാം. വെൻലി നേരത്തെ ഒരു തവണ ഒറ്റയടിക്ക് 18 മൈറ്റി ഫിഗേഴ്സിനെയാണ് കൊലപ്പെടുത്തിയത്. ഒരു ലേശം വട്ട് വെൻലിക്ക് സ്വന്തമാണ്. വെൻലി ആ വട്ടോടുകൂടി ഗൂ സിറ്റിയിലേക്ക് അങ്ങ് ഇറങ്ങിയാൽ പിന്നെ ഗൂ സിറ്റി ഉണ്ടാകില്ല. ആ യാഥാർത്ഥ്യം സിറ്റി ലോഡിന് അറിയാം. അത് സിറ്റി ലോഡിന് അറിയാവുന്നതുപോലെ ആ മൈറ്റി ഫിഗേഴ്സിനൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ഇവിടെ ലിയാൻഡറും ഒരു പ്രശ്നത്തിലാണ്. ലിയാൻഡർ വളരെ മിടുക്കനായതുകൊണ്ട് അവന് ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ നിന്ന് പ്രത്യേക പരിഗണന ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ജീനിയസ് എന്നൊക്കെ അവൻ ആളുകൾ വിളിച്ചിരുന്നത്. പക്ഷെ അവന്റെ ആ ജീനിയസ് പദവിക്ക് ഇപ്പോ ഇളക്കം തട്ടിയിരിക്കുകയാണ്. അതിന്റെ കാരണം മാർക്ക് ഫെല്ലർക്കൊപ്പം ഭൂമിയിൽ നിന്ന് ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെത്തിയ ഒരു ചെറുപ്പക്കാരനാണ്. ഡീസൺ എന്ന ചെറുപ്പക്കാരൻ നേടിയ സ്കോർ 93 ആണ്. ലിയാൻഡറുടെ സ്കോറിനേക്കാൾ വളരെ മുകളിലാണ് ആ സ്കോർ. ശരിക്കും ജീനിയസ്
പ്രതിഭ ഇപ്പോ ഡീസനാണ്. ഡീസനെ ആ ഹെവൻലി ക്രൗഡ് സെക്ഷനിലെ എൽഡേഴ്സ് തറയിലുമല്ല ആകാശത്തുമല്ല എന്ന് പറഞ്ഞാൽ കൊണ്ടു നടക്കുന്നത്. പുതിയ പ്രതിഭാസം ഡീസനാണ്. ഭാവിയിൽ ഡീസൺ ആയിരിക്കും ഹെവൻലി ക്രൗഡ് സെക്ഷന്റെ തലവൻ എന്നുവരെ ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഒരു ഉടക്ക് വല്യമായി ഉണ്ടാക്കിയാൽ അത് തനിക്ക് ഗുണപ്പെടില്ല എന്നൊരു തോന്നൽ പെട്ടെന്ന് ലിയാൻഡർക്കുണ്ടായി. ലിയാൻഡറുടെ അതേ തോന്നൽ ആ മൈറ്റി ഫിഗേഴ്സിനൊക്കെ ഉണ്ട്. അവര് പരസ്പരം ഒന്ന് നോക്കിയിട്ട് ഉറക്കെ ഡാനിയോട് പറഞ്ഞു, മിസ്റ്റർ ഡാനി, നിങ്ങളും ഞങ്ങളും തമ്മിൽ ഒരു തരത്തിലുമുള്ള സ്പർദ്ധയും നിലവിലില്ല. നിങ്ങൾ ദയവായി ഈ വിഷയത്തിൽ ഇടപെടാതെ മാറണം. അതിന് ഉത്തരം പറഞ്ഞത് എറിക്സനാണ്. എറിക്ക് അവരോട് പറഞ്ഞു, ഹേ, ഇവിടെ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് അതാണ് യഥാർത്ഥം നടന്നത്. ആ ഫൈറ്റിനിടയ്ക്ക് വേറെ ആളുകളൊക്കെ കടന്നു കയറുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോ ലിയാൻഡർക്ക് മാർക്കിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾക്ക് പരിക്കേറ്റിരിക്കുകയാണ്. പോയി പരിക്കൊക്കെ ചികിത്സിച്ച് ഭേദമാക്കി ശക്തി നേടിയിട്ട് വീണ്ടും വരാലോ. മാർക്ക് ഇവിടേക്ക് തന്നെ ഇല്ലേ? അപ്പൊ വീണ്ടും നമുക്ക് ഏറ്റുമുട്ടാം. അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കാണാനും നല്ല രസമാണ്. അതിനിടയിൽ മറ്റാളുകൾ കയറുന്നത് അത് എന്തായാലും അനുവദിക്കാൻ പറ്റില്ല. എറിക്സൺ അവരുടെ സ്റ്റാൻഡ് വ്യക്തമാക്കി. അത് കേട്ടതും ഡാനി ഉറക്കെ ആ ലിയാൻഡറോട് പറഞ്ഞു, ലിയാൻഡർ, എറിക്ക് പറഞ്ഞതാണ് ശരി. നീ പോയി നിന്റെ പരിക്കൊക്കെ ആദ്യം ചികിത്സിക്ക്. നീ വലിയ ജീനിയസ് ആണെന്നല്ലേ സ്വയം പറയുന്നത്. അപ്പൊ പിന്നെ അതല്ലേ വേണ്ടത്? ഒരു വലിയ മധ്യസ്ഥന്റെ ശൈലിയിൽ ഡാനിയും ആ വാക്കുകൾ പറഞ്ഞതും രണ്ടാമതൊന്ന് ചിന്തിക്കാനുള്ള സമയം പോലും ആർക്കും കൊടുക്കാതെ ലിയാൻഡർ അയാളുടെ കൂടെയുള്ളവരോട് പറഞ്ഞു, ഓക്കെ, നമുക്ക് തൽക്കാലം പിന്മാറാം. അങ്ങനെ പറഞ്ഞത് മാത്രമല്ല, അയാൾ അതിവേഗം അയാളുടെ ആ പക്ഷികളുടെ പുറത്തേക്ക് കയറുകയും അവിടെ നിന്ന് പറന്നു പോവുകയും ചെയ്തു. പെട്ടെന്നാണ് ആ 9 പേരും ലിയാൻഡറും സ്ഥലം വിട്ടത്. ഇപ്പൊ അവശേഷിക്കുന്നത് സിറ്റി ലോർഡിന്റെ കീഴിലുള്ള ആ 12 മൈറ്റി ഫിഗേഴ്സ് ആണ്. ആ മൈറ്റി ഫിഗേഴ്സ് അങ്ങനെ നിരന്നു നിൽക്കുകയാണ്. അത് കണ്ടതും ഡാനി അവരോട് ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് എന്റെ ഗ്രാൻഡ് ഫാദറെ കാണണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെ ഡാനി ചോദിച്ചതും സിറ്റി ലോർഡ് മുകളിൽ നിന്ന് ഒന്ന് വിരൽ ഞൊടിച്ചു. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാവണം ആ 12 പേരും അതിവേഗം അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഇനി ബാലൻസ് ഉള്ളത് ആ പോലീസ് ചീഫും അയാളുടെ യൂണിറ്റുമാണ്. ഡാനി അവരെ ഒന്ന് നോക്കി. എന്താ മിസ്റ്റർ ഓഫീസർ, നിങ്ങളും മാർക്കുമായി ഏറ്റുമുട്ടാൻ പോവുകയാണോ? മാർക്ക് ഫെല്ലറുമായി ഏറ്റുമുട്ടിയാൽ ആ ഓഫീസറും കൂടെയുള്ള ആളുകളും അവസാനിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതറിയാവുന്ന ആ ഓഫീസർ ചിരിച്ചുകൊണ്ട് ഡാനിയോട് പറഞ്ഞു, ഏയ്, ഞാൻ ഈ ഷോയൊക്കെ ഒന്ന് കണ്ട് ഓക്കെ 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 നിങ്ങൾ കണ്ടല്ലോ, ഇനി പൊയ്ക്കോ. ഡാനിയും അതേ താളത്തിൽ അങ്ങനെ പറഞ്ഞതും ആ ഓഫീസറും കൂടെയുള്ള ആളുകളും പതുക്കെ അവിടുന്ന് പിന്മാറി. ഇപ്പോ ശരിക്കും അമ്പരന്ന് നിൽക്കുന്നത് മാർക്ക് ഫെല്ലറാണ്. എന്താ ഇപ്പൊ ഇവിടെ നടന്നത്? ആ ഒരു ചോദ്യമാണ് മാർക്കിന്റെ മനസ്സിലേക്ക് വരുന്നത്. ശരിക്കും മാർക്ക് ഫെല്ലർ മരണത്തെ മുഖാമുഖം കാണുകയായിരുന്നു. അവിടേക്കാണ് ദേവദൂതരെ പോലെ ആ 2 കക്ഷികളും വന്ന് ചാടിയത്. മാർക്ക് ഫെല്ലർ ആ ചെറുപ്പക്കാരെ 2 പേരും നോക്കിയിട്ട് അവരോട് പറഞ്ഞു, താങ്ക് യു, നിങ്ങൾ ശരിക്കും എന്നെ രക്ഷിച്ചു. ഹേ മാർക്ക്, അതൊക്കെ കള. ഞങ്ങൾക്ക് നിന്റെ ഈ ഫൈറ്റൊക്കെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാ ഞങ്ങൾ ഇതിൽ ഇടപെട്ടത്. മാർക്ക്, നീ വരുന്ന, നമുക്ക് വെള്ളം ഒഴിക്കാൻ പോവാം. മാർക്കിനെ കണ്ട ആ നിമിഷം മാർക്കിനോട് അവരങ്ങനെ ചോദിച്ചപ്പോ മാർക്കും അറിയാതെ ചിരിച്ചു പോവുകയാണ്. അവിടെ നടന്ന സംഭവങ്ങളൊന്നും ഒരു കാര്യവുമില്ല എന്ന ശൈലിയിലാണ് അവരുടെ സംഭാഷണം. ഡാനി മാർക്കിനെ വെള്ളം ഒഴിക്കാൻ വിളിച്ചതും എറിക്ക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഭാന്ന് നമുക്ക് പോവാം. ഇവിടെ എംബർ ഹോട്ടലുണ്ട്, അവിടെ അടിപൊളി ഭക്ഷണവും കിട്ടും, അതുപോലെ തന്നെ നല്ല വൈനും കിട്ടും, പിന്നെ എല്ലാം ഉണ്ട് കേട്ടാ. ഈ എല്ലാം ഉണ്ട് കേട്ടാ എന്ന് എറിക്ക് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ഡാനി ഒന്ന് ചിരിച്ചു. ഏയ് മാർക്ക്, നീ കണ്ടിട്ടില്ലല്ലോ, സുന്ദരിമാരുടെ ഒരു വൻ കേന്ദ്രമാണ്ട ഈ എംബറർ ഹോട്ടൽ. നീ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. മാർക്ക് ഫെല്ലറെ വിളിച്ച് ആ എംബറർ ഹോട്ടലിലേക്ക് പോവാൻ അവർക്ക് വല്ലാത്തൊരു ധൃതി. ഈ നിമിഷത്തിലാണ് സിറ്റി ലോർഡ് അവിടേക്ക് വരുന്നത്. സിറ്റി ലോർഡിനെ കണ്ടതും ഡാനിയും അതുപോലെ എറിക്കും സിറ്റി ലോർഡിന് ചോദിച്ചു, അല്ല, എന്താ സിറ്റി ലോർഡ് ഇവിടേക്ക് വരുന്നത്? ഹേയ്, നിങ്ങള് മിസ്റ്റർ വെൻലിയുടെ ചെറുമക്കളല്ലേ? നിങ്ങള് എന്റെ ഈ നഗരത്തിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഞാനൊരു പാർട്ടി നൽകിയില്ലെന്ന് പറഞ്ഞാൽ അത് തികച്ചും മോശമല്ലേ? മിസ്റ്റർ വെൻലി അതിനെക്കുറിച്ച് അറിയുമ്പോൾ എന്ന് വിചാരിക്കും? ഏയ്, എന്റെ ഗ്രാൻഡ് ഫാദർ അല്ലേ, അദ്ദേഹം ഒന്നും വിചാരിക്കത്തില്ല. ഏയ്, അങ്ങനെയല്ല, നിങ്ങള് എന്റെ അതിഥികളാണ്, നിങ്ങള് എനിക്കൊപ്പം വാ. ഡാനിയെയും എറിക്കിനെയും ആ സിറ്റിയിലോട് നിർബന്ധപൂർവ്വം ഇൻവൈറ്റ് ചെയ്തപ്പോ എറിക്ക് ഡാനിയോട് പറഞ്ഞു, ഡാനി, എന്നാ പിന്നെ നമുക്ക് പോവാല്ലേ? ഡാനിയും എറിക്കും സിറ്റി ലോഡിനൊപ്പം നടന്നു തുടങ്ങുമ്പോ മാർക്കും അവർക്കൊപ്പം നടന്നു തുടങ്ങി. അത് കണ്ടതും സിറ്റി ലോഡിന്റെ കൂടെയുള്ള ഒരു ഗാർഡ് മാർക്കിനെ തടഞ്ഞു. ഏയ്, അദ്ദേഹം അവരെ മാത്രമാണ് ക്ഷണിച്ചത്, നിങ്ങള് വരാൻ പാടില്ല. ആ ഗാർഡ് അങ്ങനെ പറഞ്ഞതും എറിക്ക് തിരിഞ്ഞ് ആ ഗാർഡിനെ തള്ളി മാറ്റി.
ഏയ് എന്ത് വൃത്തികേടാ നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങളും മാർക്കും ഒരു ടീമാണ്. ഞങ്ങളെ മാർക്കിൽ നിന്ന് വേർപെടുത്താൻ ആരാ നിങ്ങൾക്ക് അധികാരം നൽകിയത്? ഏയ് നിന്റെ സിറ്റിലോട് പറഞ്ഞിട്ടാണോ നീ തടുത്തത്? എനിക്ക് അങ്ങനെ ചോദിച്ചതും ആ സിറ്റിലോട് എറിക്കിനോട് പറഞ്ഞു, അല്ല ഞാൻ നിങ്ങളെയാണ് ഇൻവൈറ്റ് ചെയ്തത്, അതുകൊണ്ടാണ്. നോക്ക്, മാർക്കിനെ കൂടി നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറെ വിടാം. മാർക്ക് ഫെല്ലറെ ഇൻവൈറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറെ ആ സിറ്റി ലോഡിനെ കാണാൻ വിടാമെന്നാണ് എറിക്ക് പറഞ്ഞു നിർത്തിയത്. അത് കേട്ടതും ആ സിറ്റി ലോഡിന്റെ മുഖത്ത് ഒരു പതർച്ച ഉണ്ടായി. അയാൾ പെട്ടെന്ന് ഡാനിയോടും എറിക്കിനോടും പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമില്ല, മാർക്ക് നമ്മുടെ ആളല്ലേ, വരട്ടെ വരട്ടെ, വാ വാ. ആ മൂവർ സംഘം അങ്ങനെ സിറ്റി ലോഡിനൊപ്പം അയാളുടെ വസതിയിലേക്ക് തിരിച്ചു. വളരെ വിലപിടിപ്പുള്ള അനവധി പക്ഷികൾ അയാൾക്ക് വാഹന അകമ്പടിക്ക് വേണ്ടി ഉണ്ടായിരുന്നു. അതിലാണ് മാർക്കും എറിക്സനും അതുപോലെ ഡാനിയലും സിറ്റി ലോഡിനെ വസതിയിലേക്ക് തിരിച്ചത്. സിറ്റി ലോഡിനെ കൊണ്ടുപോകാനായി അതുപോലെ മനോഹരമായ ആകാശ കപ്പലുകളും ഉണ്ട്. ആ വൻ വ്യൂഹം ശരിക്കും ഒരു വലിയ ടീം തന്നെയുണ്ട്. ആ ടീം സിറ്റി ലോഡിന്റെ ആ കൂറ്റൻ പാലസിന്റെ മുന്നിലെത്തി. അവിടെ ആ പക്ഷികൾ അവരെ ഇറക്കുമ്പോൾ ഡാനി എറിക്കിനോട് പറഞ്ഞു, എറിക്, നമ്മളെ വീടുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് തീരെ ചെറുത് അല്ലേ? അതെ അതെ, ഇതെന്തൊന്ന് വീട്, നമ്മളെ വീടല്ലേ വീട്. ഗോ സിറ്റിയുടെ നഗര അധിപനായ ആ സിറ്റി ലോഡിന് ഈ ഡയലോഗ്സ് ഒന്നും അങ്ങോട്ട് സുഹിക്കുന്നേയില്ല. അതിശക്തനായ മാർഷൽ ആർട്ടിസ്റ്റാണ് വെൻലി. വെൻലിയുടെ ചെറുമക്കളാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഈ രണ്ട് ദൂർത്തന്മാരായ ആ ചെറുപ്പക്കാരെയും ശരിക്കും സിറ്റി ലോഡ് സഹിക്കുന്നത്. വെൻലിയുമായി അവർക്ക് ബന്ധമില്ലെങ്കിൽ സിറ്റി ലോഡ് തന്നെ അവരെ കാലി തൂക്കിയെടുത്ത് അവരെ രണ്ടിനെ തറയിലടിച്ചത്. അത്ര ദേഷ്യം സിറ്റി ലോഡിന് ഉള്ളിലുണ്ട്. പക്ഷേ സഹിക്കാനല്ലാതെ വേറൊന്നും പറ്റില്ല. സിറ്റി ലോഡ് ആ മൂവർ സംഘത്തെ അദ്ദേഹത്തിന് വസതിയിലെത്തിച്ചു. അവിടെ മിലിറ്ററി ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഒരു ഡൈനിങ് ടേബിളിന്റെ അടുത്തായി നിൽക്കുകയാണ്. വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ആ ഡൈനിങ് ടേബിളിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. വെൻലിയുടെ ചെറുമക്കൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും മേശപ്പുറത്തുണ്ട്. അവിടെ അനവധി സുന്ദരിമാരും ഉണ്ട്. അത് കണ്ടതും ഡാനി ഉറക്കെ അവിടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഏയ് ആണുങ്ങളൊക്കെ പെട്ടെന്ന് സ്ഥലം വിട്ടെ. തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു വാചകമാണ് ഡാനി പറഞ്ഞത്. അത് കേട്ടതും എറിക്കും പറഞ്ഞു, അതെ അതെ, ഇവിടെ ഈ മുറിയിൽ ഞങ്ങൾ മാത്രം മതി ആണുങ്ങളായിട്ട്, ബാക്കിയുള്ളതൊക്കെ ഇതുകൂടെ കണ്ടപ്പോ സിറ്റി ലോഡിന്റെ കിളി പോയതുപോലെയായി. അയാളെ ക്ഷണിച്ച് വരുത്തിയിരിക്കുന്ന മിലിറ്ററി ഉദ്യോഗസ്ഥരും സിവിൽ സെർവൻസും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരുമാണ് യഥാർത്ഥത്തിൽ ആ വലിയ ഡൈനിങ് ഹാളിൽ ഉണ്ടായിരുന്നത്. അവരെ മുഴുവനും പുറത്തു പോകാനാണ് എറിക്കും ഡാനിയും പറഞ്ഞത്. നിവർത്തിയില്ലാതെ സിറ്റി ലോഡ് അവരെയൊക്കെ പുറത്താക്കി. ഇപ്പൊ മാർക്കും സിറ്റി ലോഡും പിന്നെ ആ ഡാനിയും എറിക്കുമാണ് അവിടെയുള്ള പുരുഷന്മാർ. ബാക്കിയുള്ളതൊക്കെ സുന്ദരികളായ സ്ത്രീകളാണ്. ആ സ്ത്രീകൾ ഭക്ഷണം വിളമ്പി തുടങ്ങി. ആ സ്ത്രീകളെ നോക്കിയിട്ട് ഡാനി പറഞ്ഞു, ഏയ് വിളമ്പ്. അത് കേട്ടതും ആ സുന്ദരിമാർ ചിരിച്ചുകൊണ്ട് അവർക്ക് 4 പേർക്കും ഭക്ഷണം വിളമ്പി തുടങ്ങി. തന്റെ അടുത്ത് വരുന്ന സുന്ദരിമാരുടെ പുറത്ത് കൈവയ്ക്കാൻ ഒരു മടിയും ഡാനിയും അതുപോലെ എറിക്കും കാണിക്കുന്നില്ല. മാർക്കും ഇതൊക്കെ കണ്ടങ്ങനെ അമ്പരന്നിരിക്കുകയാണ്. സിറ്റി ലോഡാണെങ്കിൽ ശരിക്കും ക്ഷമ കെട്ടിരിക്കുകയാണ്. ആ വെൻലിയുടെ ചെറുമക്കളാണെന്നുള്ള ഒറ്റ കാരണത്താൽ ഈ കുരുത്തം കെട്ടവന്മാരെ, ഈ ദൂർത്തന്മാരെ അയാള് സഹിക്കുന്നതാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞതും ഡാനി സിറ്റി ലോഡിനോട് പറഞ്ഞു, നമുക്ക് ഇവിടെ താമസിക്കാൻ മുറിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, എല്ലാം ഉണ്ട്, നിങ്ങൾ നേരെ നടന്നാൽ മതി. മാർക്കും ആ സഹോദരന്മാരും അങ്ങനെ ആ ഡൈനിങ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ അകത്തേക്ക് കടന്നു വന്ന സെക്യൂരിറ്റി ഗാർഡിനോട് സിറ്റി ലോഡ് പറഞ്ഞു, ആ 3 എണ്ണത്തിനെയും ഏതെങ്കിലും മുറി കൊണ്ടുവന്ന് അടക്കി അവർക്ക് കുടിക്കാൻ വേണ്ടതെന്താന്ന് വെച്ചാൽ കൊടുക്ക്. ഇതുപോലെ കുരിശികളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ സിറ്റി ലോഡ് അയാളുടെ ആ വിഷമം മുഴുവൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. മാർക്കിനെയും ആ സഹോദരന്മാരെയും വിശാലമായ ഒരു മുറിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ എല്ലാ തരത്തിലുമുള്ള മദ്യക്കുപ്പികളും നിർത്തി വെച്ചിട്ടുണ്ട്. ശരിക്കും അത് കണ്ടതും ഡാനിക്കും എറിക്കിനും ഭയങ്കര സന്തോഷം. അവര് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ മദ്യപിക്കലല്ലേ? മാർക്ക്, ഇതിൽ ഏത് കുപ്പിയാണ് നിനക്ക് വേണ്ടത്? അവിടെ ഇരിക്കുന്ന എല്ലാ കുപ്പികളും മാർക്കിനെ സംബന്ധിച്ചിടത്തോളം കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത കുപ്പികളാണ്. ഈ ഹെവൻലി റീജിയനിൽ വന്നതിന് ശേഷം മാർക്ക് ഈ ശൈലിയുള്ള കുപ്പികൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെ ഹണ്ടർ ഓർഗനൈസേഷനിൽ ആവശ്യത്തിന് മദ്യമൊക്കെ മാർക്കിന് കിട്ടിയിരുന്നെങ്കിലും ഇതൊന്നുമല്ല, അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു സംഭവമാണ്. ഡാനി ഒരു കുപ്പി പൊട്ടിച്ച് വൈൻ ഗ്ലാസ്സിൽ പകർന്ന് മാർക്കിന് കൊടുത്തു. എറിക്കും മാർക്കും ഡാനിയും പതുക്കെ മദ്യപിച്ച് തുടങ്ങിയാണ്. മദ്യപിച്ച് തുടങ്ങിയ അവർ പിറ്റേന്ന് ഉണരുമ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. അത്രയും നേരം കൊണ്ട് അവർ എത്ര കുപ്പി തീർത്തു എന്ന് അവർക്ക് പോലും അറിയില്ല. അബോധാവസ്ഥയിൽ അവര് ഒരു ദിവസം മുഴുവൻ കിടന്നുറങ്ങിയെന്ന് പറയാം. മാർക്കും ഡാനിയും എറിക്കും ഉണർന്ന് ഒന്ന് ഫ്രഷ് ആയപ്പോ
ഡാനി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാന് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല, എന്താ അടുത്ത പരിപാടി? ഡാനി, എനിക്ക് ലൈഫ് എനർജി കിട്ടിയാൽ കൊള്ളാം. ലൈഫ് എനർജിയോ? അങ്ങനെ ഡാനി ചോദിച്ചതും എറിക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്റെ ഗ്രാൻഡ് ഫാദറുടെ കയ്യിൽ ഈ ലൈഫ് എനർജി ഉണ്ട്, പക്ഷേ അദ്ദേഹം പെട്ടെന്നൊന്നും അത് തരത്തില്ല. അത് കേട്ടപ്പോൾ മാർക്കിന് പക്ഷേ വല്ലാത്തൊരു സന്തോഷമായി. ലൈഫ് എനർജി തേടിയാണ് മാർക്ക് ഇപ്പോ നടക്കുന്നത്. മാർക്കിന്റെ ബോഡിയിൽ സ്പിരിച്വൽ എനർജി സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി നേടിയേ പറ്റൂ. സ്പിരിച്വൽ എനർജി ഉള്ള ആൾക്ക് മാത്രമേ മാർഷ്യൽ ആർട്ടിസ്റ്റായി വളരാൻ പറ്റൂ. അത് വാസ്തവമാണ്. ബോഡിയുടെ ശക്തി വർദ്ധിച്ചാൽ മാത്രം പോരാ, അവന്റെ എല്ലാ കപ്പാസിറ്റിയും വർദ്ധിക്കണം. ഇന്റേണൽ എനർജി അതിശക്തമായുള്ള ഒരാളോട് മാർക്കിന് പൊരുതി നിൽക്കാൻ പറ്റത്തില്ല. തലേദിവസം ലിയാൻഡ്രോട് മാർക്കിന് പിടിച്ചു നിൽക്കാൻ പറ്റിയത് ലിയാൻഡർക്ക് പരിക്കേറ്റിരുന്നുകൊണ്ടാണ്. അവൻ ശരിക്കും അവന്റെ പവർഫുൾ അവസ്ഥയിലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും മാർക്കിന് അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് മാർക്ക് ആലോചിക്കുമ്പോൾ ഡാനി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇന്നലെ നീ ആ ലിയാൻഡർ തോൽപ്പിച്ചത് ശരിക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഡാനി പറഞ്ഞതും മാർക്ക് ഡാനിയോട് പറഞ്ഞു, ഡാനി, അതങ്ങനെ അല്ല, ആ ലിയാൻഡർക്ക് വളരെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ലിയാൻഡ്രോട് പിടിച്ചിരിക്കാൻ പറ്റിയത്. മാർക്ക്, നിന്റെ ഈ വിനയം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാം, ഇന്നലെ ആ ലിയാൻഡർ നിന്നോട് തോറ്റു എന്നുള്ളതാണ് സത്യം. മാർക്ക്, നിന്റെ ലൈഫ് എനർജിയെ കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ്. മാർക്ക്, ഇന്ന് ഇവിടെ ഒരു ഓപ്ഷൻ നടക്കുകയാണ്, ഒരു ലേലം. ആ ലേലത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലെ ആളുകൾ പങ്കെടുക്കും. എനിക്ക് തോന്നുന്നത് നിന്റെ ആവശ്യം അവിടെ ചിലപ്പോൾ നടക്കുമെന്നാണ്. അത് കേട്ടപ്പോൾ മാർക്കിന് വല്ലാത്ത ആവശ്യമായി. മാർക്കിന്റെ കയ്യിൽ ഏകദേശം ഒരു 10 മില്യന് മുകളിൽ സ്പിരിറ്റ് കോയിൻ ഉണ്ട്. ആ ഗാംബ്ലിംഗ് സൈറ്റിൽ നിന്ന് മാർക്ക് ബലാത്കാരമായി പിടിച്ചെടുത്ത ആ 10 മില്യനും മാർക്ക് കളിച്ചു നേടിയ 1 മില്യനും മാർക്കിന്റെ കൈവശം ഉണ്ടായിരുന്ന ഏകദേശം 1 മില്യനും ചേർത്ത് 12 മില്യനോളം സ്പിരിറ്റ് കോയിൻ ഇപ്പൊ മാർക്കിന്റെ ഉണ്ട്. ആ സ്പിരിറ്റ് കോയിൻ ഭംഗിയായി ഉപയോഗിച്ചാൽ മാർക്കിന് ലേലത്തിൽ ആ ലൈഫ് എനർജി വരികയാണെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റും. അതിനെക്കുറിച്ച് മാർക്ക് ആലോചിച്ചപ്പോൾ എനിക്ക് മാർക്കിനോട് പറഞ്ഞു, എന്നാ പിന്നെ മാർക്ക്, നമ്മൾ അങ്ങോട്ട് പോവില്ലേ? തീർച്ചയായും. അങ്ങനെ തീരുമാനമായതും ആ മൂവർ സംഘം സിറ്റിയിലോടൊന്ന് യാത്ര പറഞ്ഞിട്ട് നേരെ ആ ലേലം നടക്കുന്ന വെന്യൂവിലേക്ക് തിരിച്ചു. അവർ പല സ്ഥലത്തും കറങ്ങി തിരിഞ്ഞ് ഏകദേശം ഒരു 5 മണിയായപ്പോഴാണ് ലേല സ്ഥലത്തെത്തുന്നത്. മാർക്കിന് ഇതിനിടയിൽ ഗൂസ് സിറ്റിയിലെ പല സ്ഥലങ്ങളും ആ വെൻ സഹോദരന്മാർ കാണിച്ചു കൊടുത്തു. വെൻ ഡാനിയെയും വെൻ എറിക്കിനെയും കാണുമ്പോൾ പലരും കൗതുകത്തോടെ നോക്കുന്നതും ഇതിനിടയിൽ മാർക്ക് കണ്ടിരുന്നു. പലരും ഈ സഹോദരന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ട്. തലേദിവസം മാർക്ക് ഫെല്ലറും ആ ജീനിയസ് ലിയാൻഡറും തമ്മിലുണ്ടായ ആ ഫൈറ്റ് അവസാനം വെൻ സഹോദരന്മാരുടെ ഇടപെടൽ വഴി മറ്റൊരു തലത്തിലേക്ക് വളർന്ന കാര്യത്തെക്കുറിച്ച് ഗൂസ് സിറ്റിയിൽ പലരും സംസാരിക്കുന്നുണ്ട്. മാർക്കും ആ വെൻ സഹോദരന്മാരും ലേല സ്ഥലത്ത് എത്തുമ്പോൾ പാർക്കിംഗ് സ്ഥലത്ത് മാർക്ക് കൗതുകകരമായ കാഴ്ചയിൽ കാണുകയാണ്. അവിടെ ആ പാർക്കിംഗ് ലോട്ടിൽ മനോഹരങ്ങളായ മൃഗങ്ങളെയും പക്ഷികളെയും ചങ്ങലക്കിട്ട് നിർത്തിയിരിക്കുകയാണ്. പലതും അതീവ രസകരമായ കളർ കോമ്പിനേഷൻ ഉള്ള ജീവികളാണ്. വൻ പണച്ചാക്കുകൾ ആ ലേലത്തിൽ പങ്കെടുക്കാൻ എത്തിയെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഫോർമാലിറ്റീസ് ഒക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞതും വെൻ സഹോദരന്മാരും മാർക്കും ആ ലേല ഹാളിനകത്തേക്ക് കടന്നു. ലേല ഹാളിനകത്ത് ഇപ്പൊ തന്നെ അനവധി ആളുകളുണ്ട്. മാർക്ക് എവിടെയെങ്കിലും ഇരിക്കാനായി സ്ഥലം നോക്കുമ്പോൾ ഡാനി മാർക്കിന്റെ കയ്യിലേക്ക് പിടിച്ചു. മാർക്ക്, നമ്മള് ഇവിടെയല്ല ഇരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡാനി മാർക്കിനെ കൊണ്ട് എത്തിയത് മുൻവശത്തെ വരിയിലേക്കാണ്. അവിടെ അതിവിശാലമായ സീറ്റുകളാണ് ഉള്ളത്. അതിൽ വെൻ സഹോദരന്മാർ മാർക്കിനെ പിടിച്ചിരുത്തി. തൊട്ടടുത്ത് തന്നെ അവന്മാരിരുന്നു. ആ വരിയിൽ ഇരിക്കുന്ന ആളുകളെ മാർക്കൊന്ന് നോക്കി. സകലരും വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. പലരുടെയും ഡ്രസ്സിൽ ചില എംബ്ലങ്ങളൊക്കെ കാണാം. വിവിധ സെക്ഷനുകളെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നതെന്ന് ആ എംബ്ലങ്ങൾ വിളിച്ചു പറയുകയാണ്. മാർക്ക് ചുറ്റും ഒന്ന് നോക്കി. എല്ലാം കിടിലൻ കക്ഷികളാണ്. മാർക്കാണെങ്കിൽ ഒരു ലോ പ്രൊഫൈലാണ് ഇവിടെ ഇപ്പൊ സൂക്ഷിക്കുന്നത്. പക്ഷേ മാർക്കിന്റെ അടുത്തിരിക്കുന്ന ആ വെൻ സഹോദരന്മാരാണെങ്കിൽ അതൊന്നുമല്ല. അവന്മാരവിടെ എത്തിയെന്ന് സകലരും അറിയണം, അല്ലെങ്കിൽ അതാണ് അവന്റെ രീതി. അവരെ ചുറ്റും നോക്കി അതുവഴി പോകുന്ന ആളുകളെയൊക്കെ പല ശൈലിയിലും കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അതിസുന്ദരിയായ ഒരു യുവതി ആ ഹാളിനകത്തേക്ക് നടന്നു വരുന്നത് മാർക്ക് ഫെല്ലർ കണ്ടത്. മാർക്ക് ആ സുന്ദരിയെ കണ്ട അതേ നിമിഷം തന്നെ വെൻ ഡാനിയും ആ സുന്ദരിയെ കണ്ടു. ഇടാ എറിക്, നീ അത് കണ്ട? ഡാനി നോക്കുന്ന സ്ഥലത്തേക്ക് എറിക് നോക്കുമ്പോൾ കറുത്ത ഗൗൺ അണിഞ്ഞ അതീവ സുന്ദരിയായ ആ ലേഡി ആ ലേല ഹാളിന്റെ നടക്കുള്ള വഴിയിലൂടെ നടന്ന് സ്റ്റേജിന്റെ ഭാഗത്തേക്ക് വരികയാണ്. അവളെ കണ്ട് ഡാനിയുടെ കണ്ണ് ഏതാണ്ട് തള്ളി നിൽക്കുകയാണ്. ഇടാ, എന്ത് സുന്ദരിയാ അവള്! അതെ അതെ, അതീവ സുന്ദരി തന്നെ. അവർ രണ്ടുപേരും കൂടി ആ ലേഡിയെ കുറിച്ച് പറയുമ്പോഴേക്കും അവരുടെ അടുത്തുകൂടി ആ സുന്ദരി നടന്ന്
സ്റ്റേജിന് നേരെ പോവുകയാണ്. മാർക്കും അവളെ കണ്ടു. ഡാനിയും എറിക്കും ആ സുന്ദരിയായ യുവതി സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവളെ ഫോളോ ചെയ്യാണ്. അതിന്റെ കാരണം അവളുടെ തലയ്ക്ക് മുകളിലായി വീഴുന്ന ആ വൃത്താകൃതിയിലുള്ള പ്രകാശമാണ്. ആ പ്രകാശം ആ സ്ത്രീയെ ഫോളോ ചെയ്ത് സ്റ്റേജിന്റെ സെന്റർ വരെ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന ആ സുന്ദരി ഇവ ശരിക്കും ഒരു കാഴ്ച തന്നെയാണ്. അത് കണ്ടതും ഡാനി 2 വിരലുകൾ വായ്ക്കകത്തേക്ക് വെച്ച് ഒന്ന് ചൂളം വിളിച്ചു. ശരിക്കും ആ ചൂളം വിളി ആ എൻറ്റയർ സദസ്സിനെയും ഡാനിയിലേക്ക് ശ്രദ്ധിപ്പിച്ചു എന്ന് പറയാം. ആ ലേഡിയുടെ ശ്രദ്ധയും ഡാനിയിലേക്ക് വന്നു. ആ സുന്ദരി തന്നെ നോക്കുന്ന കണ്ടതും ഡാനി അവൾ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഈ സമയത്ത് ഡാനി ഒന്ന് നോക്കിയ ആ യുവതി നടന്ന് പോഡിയത്തിന്റെ അടുത്തെത്തി. അവിടെ നിന്ന് അവൾ ഒരു മൈക്ക് കയ്യിലെടുത്തു. ആ സ്ത്രീയാണ് ലേലം നടത്തിപ്പുകാരി എന്ന് അവളുടെ രൂപഭാവങ്ങൾ വിളിച്ചു പറയുകയാണ്. ഈ സമയത്ത് ഓഡിയൻസിന്റെ ഇടയിലുള്ള ആളുകൾ സംസാരിക്കുന്നത് മാർക്കിന് കേൾക്കാം. അത് ആ വെള്ളിയുടെ ചെറുമക്കളല്ലേ? ഒരാൾ അങ്ങനെ ചോദിക്കുമ്പോ വേറൊരാൾ പറയുന്ന മറുപടിയും മാർക്ക് കേട്ടു. അതെ അതെ, വെള്ളിയുടെ ചെറുമക്കൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ചെറുമക്കൾക്ക് ഇവിടെ എന്താ കാര്യം? ആ ചോദ്യത്തിന് മറ്റൊരാളാണ് ഉത്തരം പറഞ്ഞത്. യുവമാര് എല്ലാ ലേലസ്ഥലത്തും എത്തും, കണ്ണി കണ്ടതൊക്കെ വാങ്ങും, പണം ഇഷ്ടംപോലെ ഉണ്ടല്ലോ, എല്ലാം അദ്ദേഹത്തിൻ്റെതല്ലേ? അതെ അതെ, മുത്തച്ഛന്റെ ഒരു കപ്പാസിറ്റിയും ഇല്ലാത്ത 2 ധൂർത്തന്മാർ എന്നേ യുവമാരെ കുറിച്ച് പറയാൻ പറ്റും. അദ്ദേഹത്തിന് പണം ചെലവഴിക്കാനും കറങ്ങി നിറയ്ക്കാനും പെണ്ണു പിടിക്കാനും വെള്ളമടിക്കാനും അല്ലാതെ യുവമാരെ കൊണ്ട് വേറെ ഒരു ഉപയോഗമില്ല. ആളുകൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുമ്പോൾ അത് മാർക്ക് കേൾക്കുന്നത് പോലെ തന്നെ ഡാനിയും എറിക്കും കേൾക്കുന്നുണ്ട്. പക്ഷെ അവന്മാർക്ക് അത് കേട്ടിട്ട് ഒരു കുലുക്കോ ഇല്ല. ഈ ഡയലോഗ് കേട്ട് അസ്വസ്ഥനായ മാർക്ക് അവിടെ ചോദിച്ചു, അല്ല നിങ്ങളെ കുറിച്ച് ഈ മോശം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരേണ്ടതല്ലേ? മാർക്ക്, ഞങ്ങൾക്കെന്തിന് ദേഷ്യം വരണം? അവന്മാർക്കൊക്കെ നമ്മളോട് അസൂയാണ്. അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഈ കേൾക്കുന്ന വാചകങ്ങൾ. ദേഷ്യം അവന്മാർക്കല്ലേ ഉണ്ടാകേണ്ടത്, നമുക്കല്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിനെ പോലെ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്തിട്ടായിരുന്നു എങ്കിൽ നിങ്ങളും ശക്തരായനല്ലോ. മാർക്ക്, എന്ത് വിഡ്ഢിത്തരമായി പറയുന്നത്? ഞങ്ങളിതിന് ശക്തരാകണം? അല്ല, മാർഷൽ ആർട്ടിസ്റ്റ് ആയാൽ കൂടുതൽ കാലം ജീവിച്ചിരിക്കാമല്ലോ. മാർക്ക്, നീ ഇനിയും ഒരുപാട് കാര്യം പഠിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ കാലം ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമാണ്? ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അടിച്ചു പൊളിച്ച് ജീവിക്കുക, അതല്ലേ ജീവിതം. ഒരുപാട് കാലം ജീവിച്ചിരുന്നു പറഞ്ഞിട്ട് എന്താ ഫലം? അവന്മാരുടെ ആ ഫിലോസഫി മാർക്കിനെ ഒന്ന് കുഴക്കിയെന്ന് പറയാം. മാർഷൽ സെയിന്റ് ആയ നിമിഷം മുതൽ മാർക്കിന്റെ ആയുസ്സും വർദ്ധിച്ചിട്ടുണ്ട്. മാർക്ക് ഓരോ ലെവലും മുകളിലോട്ട് പോകുന്തോറും മാർക്കിന്റെ ആയുസ് കൂടിക്കൂടി വരികയും ചെയ്യും. അത് അറിയാവുന്നതുകൊണ്ടാണ് മാർക്ക് അവന്മാരുടെ അങ്ങനെ സംസാരിച്ചത്. പക്ഷെ അവന്മാരുടെ ചിന്തയും അവരുടെ രീതികളും ഒന്നും തന്നെ മാർക്കുമായി കണക്റ്റഡ് അല്ല. അടിച്ച് പൊളിച്ച് ജീവിക്കുക, അതാണ് ജീവിതം. അവന്മാരുടെ ആ ഫിലോസഫി അങ്ങനെ പറഞ്ഞപ്പോ ആ ഫിലോസഫി ഉൾക്കൊള്ളാനോ തള്ളിക്കളയാനോ പറ്റാത്ത ഒരു മാനസിക അവസ്ഥയിലാണ് മാർക്ക് അവന്മാരെ കുറിച്ച് അങ്ങനെ ആലോചിക്കുമ്പോൾ സ്റ്റേജിൽ ആ യുവതിയുടെ ശബ്ദം ഉയർന്നു. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരെയും ഞാൻ ഈ ലേല ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ അവർ പറഞ്ഞതും ആ ഹാളിന് ചുറ്റുമുള്ള എല്ലാ ലൈറ്റും പ്രകാശിച്ചു. ഇപ്പോ അതിമനോഹരമായ ഒരു ഹാളായി ആ വെനു മാറിയിരിക്കുകയാണ്. ഇപ്പോ കത്തിയിരിക്കുന്ന ലൈറ്റുകളൊക്കെ നേർത്ത പ്രകാശം മാത്രമാണ് ആ ലൈറ്റുകളിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേജിന്റെ ആ സമയത്തെ അവസ്ഥ ശരിക്കും കണ്ണിന് കുളിർമ പകർന്ന ഒന്നാണ്. ഒരു വല്ലാത്ത ആംബിയൻസ് ഉണ്ട്. സുന്ദരി എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്തതിനു ശേഷം അവരോടായി പറഞ്ഞു, ഇന്ന് നിങ്ങൾക്കൊക്കെ സന്തോഷിക്കാൻ കഴിയുന്ന ദിവസമാണ്. ഒരുപാട് വസ്തുക്കൾ ലേലത്തിനായി എത്തിയിട്ടുണ്ട്. പലതും നിങ്ങൾ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത കാര്യങ്ങളാണ്. അതീവ പ്രഷ്യസ് ആയിട്ടുള്ള ഹെർബ്സ്, മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ആർട്ടിഫാക്റ്റുകൾ, സാധാരണ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് സുന്ദരങ്ങളായ ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള ചിത്രങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കും ഒരു തരത്തിലുള്ള നിരാശയും ഇന്നത്തെ ലേലം സമ്മാനിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, പ്ലീസ് ഗെറ്റ് റെഡി. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവള് ഒന്നാമത്തെ വസ്തു അവതരിപ്പിച്ചു. അതിമനോഹരമായ ഒരു പ്ലേറ്റ് ആണ് ആദ്യം അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ആ പ്ലേറ്റിന് വല്ലാത്തൊരു ഭംഗിയുണ്ട്. അതിന് ചുറ്റുമായി ഒരു പ്രകാശ വലയവുമുണ്ട്. ഇന്റേണൽ എനർജിയുള്ള ഒരു പ്ലേറ്റ് ആണ് അവിടെ വന്നിരിക്കുന്നതെന്ന് അത് കണ്ടപ്പോഴേ മാർക്കിന് തോന്നി. ആ പ്ലേറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളൊക്കെ ആ സുന്ദരി അവതരിപ്പിച്ചതിന് ശേഷം ആ പ്ലേറ്റ് ലേലത്തിന് വെച്ചു. പെട്ടെന്നാണ് ആ പ്ലേറ്റ് വിറ്റുപോയത്. ആ പ്ലേറ്റിൽ നിന്ന് തുടങ്ങിയ ലേലം അനവധി വസ്തുക്കളിലൂടെ അങ്ങനെ കടന്നു പോവുകയാണ്. മാർക്കിന്റെ കൈവശമുള്ള ആ സ്പിരിറ്റ് കോയിനുകൾ ഏതാണ്ട് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. മാർക്കിന്റെ കയ്യിൽ 12 മില്യൺ സ്പിരിറ്റ് കോയിനാണ് ഉള്ളത്. മാർക്കിന് വേണ്ടത് ലൈഫ് എനർജിയുമാണ്. ലൈഫ് എനർജി രംഗത്ത് വന്നാൽ ഉടൻ അത് വാങ്ങണം. അതിനെക്കുറിച്ച് മാർക്ക് കരുതിക്കൊണ്ടിരിക്കുമ്പോൾ
പല സാധനങ്ങളും ആ വെൻ സഹോദരന്മാർ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. അവന്മാർക്ക് ആ സാധനങ്ങൾ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലെന്ന് അവർ വാങ്ങിക്കുന്നുണ്ടപ്പോഴേ മാർക്കിന് തോന്നി. അവർ വാങ്ങിച്ച ഒരെണ്ണം ഒരു ഫ്ലവറാണ്. ഒരു ഫ്ലവർ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു പൂങ്കുല എന്ന് പറയാം. വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ആ പൂങ്കുല അവന്മാർക്ക് എന്തിനാണാവോ എന്തോ അങ്ങനെ ഒരു ചോദ്യമാണ് മാർക്കിന്റെ മനസ്സിൽ വന്നത്. അത് വാങ്ങിച്ചത് സാക്ഷാൽ ഡാനിയാണ്. ഒരുപാട് ആയുധങ്ങളും പടച്ചട്ടകളും ഒക്കെ ഇതിനിടയിൽ വിൽപ്പനയ്ക്ക് വന്നു. പലരും തിരക്കൂട്ടി അത് വാങ്ങുകയും ചെയ്തു. അങ്ങനെ ഓരോരോ ഐറ്റംസ് ആയി കടന്നു പോകുമ്പോഴാണ് ആ യുവതിയുടെ ശബ്ദം ഒന്നുകൂടി വ്യക്തമായി മാർക്ക് കേൾക്കുന്നത്. ഞാൻ ഇനി അവതരിപ്പിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഫ്ലെയിമാണ്. ഈ ഡിവൈൻ ഫ്ലെയിം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. പെട്ടെന്ന് ആ ഡിവൈൻ ഫ്ലെയിം അവിടെ ആ സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെട്ടു. ഒരു വെളുത്ത പ്ലേറ്റിനുള്ളിൽ അതുപോലെ വെളുത്ത ക്രിസ്റ്റൽ പോലുള്ള ഒരു വസ്തു, അതിനെ നമുക്കൊരു സ്റ്റാച്ചു എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ആ സ്റ്റാച്ചുവിൽ നിന്ന് ഒരു പ്രകാശം പുറത്തേക്ക് വരികയാണ്. അതീവ മനോഹരമായ, ശരിക്കും പാല് പോലെ വെളുത്ത ഒരു പ്രകാശമാണ് ആ പ്രതിമയ്ക്ക് ചുറ്റുമുള്ളത്. ആ പ്രകാശത്തെ ചൂണ്ടി ആ യുവതി പറഞ്ഞു, ഇതാണ് ഹിമാനി മൗണ്ടിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഡിവൈൻ ഫ്ലെയിം. ഹിമാനി മൗണ്ടിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഹെവൻലി റീജിയനിലെ ഒരു യോദ്ധാവിനും പ്രാപ്യമല്ലാത്ത ഒരു സ്ഥലം, അതാണ് ഹിമാനി മൗണ്ടൻ. ആ ഹിമാനി മൗണ്ടിൽ നിന്നുള്ള ഏതെങ്കിലും വസ്തുക്കൾ വിൽപ്പനയ്ക്ക് എത്തുകയാണെങ്കിൽ അതിന് ഒരുപാട് മൂല്യമുണ്ടെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ട്രിബുലേഷൻ സ്റ്റേജിലെ ആളുകൾ പോലും ഹിമാനി മൗണ്ടനിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്കറിയാം ഈ ഫ്ലെയിമിന്റെ മൂല്യം എന്താണെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് അവർ ലേലം ആരംഭിച്ചു. ലേലം ആരംഭിച്ചത് 3 മില്യൺ സ്പിരിറ്റ് കോയിനിൽ നിന്നാണ്. ആ ഫ്ലെയിം കണ്ട നിമിഷത്തിൽ മാർക്കിന് ആ ഫ്ലെയിമിനോട് ഒരു ഇഷ്ടം. ആ ഫ്ലെയിമിന്റെ ഗുണഗണങ്ങളെ കുറിച്ചും ആ യുവതി പറഞ്ഞിരുന്നു. ആ ഫ്ലെയിം കൈവശമുള്ള ആളുടെ ശക്തി ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കും. ഒരാളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന എന്തും ആ ഹാളിനകത്ത് വിറ്റുപോകും. മാർക്ക് ആ ഫ്ലെയിമിലേക്ക് ആഗ്രഹത്തോടെ നോക്കുന്നത് ഡാനിയുടെ സഹോദരൻ എറിക്കും കണ്ടു. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് മാർക്കോട് ചോദിച്ചത്, മാർക്ക് എന്തിനാ അതിലേക്ക് നോക്കുന്നത്? അല്ല, അത് കൊള്ളാം. മാർക്ക്, അത് വെറും ഒരു ഫ്ലെയിം അല്ലേ? അവന്മാരുടെ തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ മാർക്ക് പിന്നൊന്നും മിണ്ടിയില്ല. പെട്ടെന്നാണ് ആ ലേലം വിളി അങ്ങ് കൊഴുത്തത്. 3 മില്യണിൽ നിന്ന് തുടങ്ങിയപ്പോ മാർക്ക് വിചാരിച്ചു ഒരു 10 മില്യണിലൊക്കെ വെച്ച് മാർക്കിന് പിടിക്കാൻ പറ്റുന്നു. പക്ഷെ മാർക്ക് നോക്കി നിൽക്കേ അതിന്റെ വില 5 മില്യനും 7ഉം 8ഉം ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ആ 10 മില്യൺ എത്തിയത്. 10 മില്യൺ കേട്ടപ്പോ മാർക്കിന്റെ നെഞ്ചൊന്ന് പിടച്ചു. മാർക്ക് നോക്കി നിൽക്കേ അത് മാർക്കിന്റെ കയ്യിലുള്ള എമൗണ്ട് അങ്ങ് കടന്നു. പെട്ടെന്നാണ് 12, 15, 20 ആയത്. 20 മില്യൺ കേട്ടപ്പോ മാർക്ക് നിശബ്ദനായി അതിനെ നോക്കിയിരിക്കുകയാണ്. ആ ഫ്ലെയിമിനെ കുറിച്ച് ഇനി ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് മാർക്കിന് അറിയാം. മാർക്ക് അതുകൊണ്ട് വെറുതെ ആ ഫ്ലെയിമിൽ അങ്ങനെ നോക്കിയിരിക്കുമ്പോ ഒരു ശബ്ദം, 30 മില്യൺ. ശബ്ദം തൊട്ടടുത്തുനിന്നാണ് ഉയർന്നത്. മാർക്ക് നോക്കിയപ്പോ വിളിച്ചത് സാക്ഷാൽ ഡാനിയാണ്. ഡാനി, നീ എന്തിനാ 30 മില്യൺ വിളിച്ച്? മാർക്ക് അവനോട് അങ്ങനെ ചോദിച്ചപ്പോ എറിക്ക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇവന് വട്ട് അല്ലെങ്കിൽ ഇവ അങ്ങനെ വിളിക്കൂ. മാർക്ക്, ഇതൊക്കെയല്ലേ ഒരു രസം. നീ കണ്ടില്ലേ ആളുകൾ കുറേശ്ശെ കയറ്റി വിളിക്കുന്നത്? നീ നോക്കിക്കോ, ഉറപ്പായും ഇതിനു മുകളിൽ ആരെങ്കിലും വിളിക്കും. ആരെങ്കിലും തലയിൽ വലിയ വിലയ്ക്ക് നമുക്ക് ഇതിങ്ങ് വെച്ചു കൊടുക്കാം. അതൊക്കെയല്ലേ ഒരു രസം. ലേലം വിളിക്ക് ഇതുപോലുള്ള ആളുകൾ എല്ലാ സ്ഥലത്തും വരും. വെറുതെ വിളിച്ച് വില കൂട്ടി വെക്കും. ആ ശൈലി ഇവിടെ ഈ ഡാനിക്കും അറിയാം. ഡാനി പ്രതീക്ഷിച്ചതെന്ന് സംഭവിച്ചു. ഒരാള് ഉടൻ 32 മില്യൺ വിളിച്ചു. പതുക്കെ ആ വില എങ്ങനെ കൂടി പോയി. അവസാനം അത് വിറ്റുപോയത് 53 മില്യൺ സ്പിരിറ്റ് കോയിൻ ആണ്. അത് വാങ്ങിച്ചത് ലേശം പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അയാളുടെ തലമുടിയും താടിയൊക്കെ നരച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ മുടക്കിയിരിക്കുന്നത് 53 മില്യൺ സ്പിരിറ്റ് കോയിൻ ആണ്. 53 മില്യൺ സ്പിരിറ്റ് കോയിൻ മുടക്കി ഒരു സാധനം വാങ്ങിക്കുന്ന ആൾക്ക് അത് ആ ലേല സ്ഥലത്തുനിന്ന് സുരക്ഷിതമായി അയാളുടെ താവളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി വേണം. അല്ലെങ്കിൽ കള്ളന്മാർ അത് വഴിക്ക് വെച്ച് പിടിച്ചു വാങ്ങും. മാർക്കിന് പെട്ടെന്ന് അങ്ങനെയാണ് തോന്നിയത്. മാർക്ക് എന്നിട്ട് കാത്തിരിക്കുകയാണ്. സമയം ഇങ്ങനെ പോവുകയാണ്. പുതിയ ഉൽപ്പന്നങ്ങൾ വരുന്നു, അത് അതിവേഗം വിറ്റു പോവുകയാണ്. ഷോ തീർന്നപ്പോഴാണ് മാർക്കിന് ആ കാര്യം മനസ്സിലായത്. ലൈഫ് എനർജി അവിടെ അന്ന് ലേലത്തിന് വന്നിട്ടില്ല. ഷോ തീർന്നതും ഡാനിയും എറിക്ക് വേണ്ടിയിട്ടു. ഡാനി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ബാ, നമുക്ക് ആ സാധനങ്ങൾ വാങ്ങണ്ടേ. ഡാനിയും എറിക്കും ലേലം വിളിച്ചെടുത്ത സാധനങ്ങൾ വാങ്ങാനായിട്ട് സ്റ്റേജിന്റെ പുറകിൽ പ്രത്യേക സ്പേസ് ഉണ്ട്. അവിടേക്ക് പോകാനായിട്ടാണ് മാർക്കിനെ ഡാനി ഇൻവൈറ്റ് ചെയ്തത്. മാർക്ക് ഡാനിക്കും എറിക്കും ഒപ്പം നടന്ന് സ്റ്റേജിന്റെ പുറകിലേക്ക് എത്തി. സ്റ്റേജിന്റെ പുറകെ വിശാലമായ ഒരു ഓഫീസ് സംവിധാനമാണ്. അവിടെ അനവധി കൗണ്ടറുകളിലായി ലേലം വിളിക്കപ്പെട്ട സാധനങ്ങൾ ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആ ഡിസ്ട്രിബ്യൂഷന്റെ ചുമതലയും നേരത്തെ സ്റ്റേജിലുണ്ടായിരുന്ന ആ പെൺകുട്ടിക്ക് തന്നെയാണ്. അവള് എല്ലാ കൗണ്ടറുകൾക്കും വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ യുവതിയുടെ അടുത്തേക്ക് ആദ്യം നടന്നെത്തിയത് ഡാനിയാണ്. ഡാനി ആ പെൺകുട്ടിയെ കേട്ടതും അവളോട് പറഞ്ഞു, ഏയ് സുമരി, ഞാൻ വാങ്ങിച്ച ഐറ്റംസ് ഒക്കെ എനിക്ക് വേണമല്ലോ. ഡാനിയെയും എറിക്കിനെയും മാർക്കിനെയും ഒന്ന് നോക്കിയ ആ യുവതി അവരോടായി പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് ആ 8 നമ്പർ കൗണ്ടറിൽ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യാം. അവിടെ ലേലം വിളിക്കുന്ന എല്ലാവർക്കും ഓരോ നമ്പറുണ്ട്. ആ നമ്പറുകൾ അവരുടെ ബോഡിയിൽ ഒരു ടോക്കണായി പതിച്ചിട്ടുണ്ട്. 8 നമ്പറാണ് ഡാനിയുടെ പുറത്തുള്ള നമ്പർ. അത് കണ്ടതുകൊണ്ടാണ് ആ യുവതി ഡാനിയെ 8 നമ്പർ കൗണ്ടറിലേക്ക് പോകാൻ പറഞ്ഞത്. ഡാനിയും എറിക്കും കൂടി 8 നമ്പർ കൗണ്ടറിലെത്തി ആ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തു. കളക്ട് ചെയ്തതിന് മുന്നോടിയായി അവര് കൊടുക്കാനുള്ള പണം അവിടെ വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്തു. പണമിടപാടുകളൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ കയ്യിലേക്ക് വാങ്ങിച്ച ഡാനി അതിൽ നിന്ന് കയ്യിലെടുത്തത് ആ പൂങ്കുലയാണ്. ശരിക്കും മനോഹരമായ ഒരു പൂങ്കുലയാണ് ഇപ്പോൾ ഡാനിയുടെ കയ്യിലിരിക്കുന്നത്. ഡാനി പെട്ടെന്ന് നാടകീയമായിട്ട് ആ യുവതിയുടെ മുന്നിൽ മുട്ടുകുത്തിയിട്ട് ആ പൂങ്കുല എടുത്ത് അവർക്ക് നീട്ടി. ഏയ് ഡാർലിംഗ്, ഈ പൂങ്കുലയൊന്ന് വാങ്ങാവൂ. ഡാനിയുടെ ആ പ്രവൃത്തി ആ ഹാളിനകത്ത് സാധനങ്ങൾ വിവിധ കൗണ്ടറുകളിൽ നിന്ന് വാങ്ങുന്ന ആളുകൾക്ക് എല്ലാവർക്കും വല്ലാത്ത കൗതുകം ഉണ്ടാക്കിയാണ്. അവരൊക്കെ അറിയാതെ ചിരിച്ചു പോവുകയാണ്. ആ യുവതിയും തെല്ലെന്ന് അമ്പരന്നു എന്ന് പറയാം. അവൾ ഡാനിയോട് പറഞ്ഞു, ഏയ് എനിക്ക് വേണ്ട. അവളെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതും ഒരു പൊട്ടിച്ചിരി അവിടെ ഉയർന്നു. ആ പൊട്ടിച്ചിരി മറ്റാരുടേതുമല്ല, എറിക്കിൻ്റെതാണ്. എറിക്ക് ചിരിച്ചുകൊണ്ട് ഡാനിയോട് പറഞ്ഞു, എടാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിന്നെ ഇവക്ക് ഇഷ്ടപ്പെടില്ല എന്ന്. അത് കേട്ടത് ഡാനി എറിക്കിനോട് പറഞ്ഞു, ഞാനൊന്ന് എറിഞ്ഞു നോക്കിയതില്ലേ, ചിലപ്പോ വീണാലോ. ആ സഹോദരന്മാർ വല്ലാത്തൊരു വൈബാണല്ലോ എന്ന് അത് കണ്ടപ്പോൾ മാർക്കിന് തോന്നി. മാർക്ക് പെട്ടെന്ന് ആ യുവതിയോട് ചോദിച്ചു, ഹലോ, ഇവിടെ ലൈഫ് എനർജി ലേലത്തിൽ വരുമോ? മാർക്ക് ആ ചോദ്യം ചോദിച്ചതും ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് മാർക്കോട് പറഞ്ഞു, വരുമല്ലോ. അല്ല, ഇന്ന് കണ്ടില്ല. എല്ലാ പ്രാവശ്യവും ലേലത്തിന് ലൈഫ് എനർജി എത്തത്തില്ല, പക്ഷെ ചിലപ്പോഴൊക്കെ വരാറുണ്ട്. അങ്ങനെ ആ യുവതി പറഞ്ഞതും മാർക്ക് ആ യുവതിയോട് പറഞ്ഞു, എങ്കിലേ ഇനി ഇവിടെ ലൈഫ് എനർജി വരികയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കാവോ? നിങ്ങളെ ഞാൻ എങ്ങനെ അറിയിക്കുക? പെട്ടെന്ന് ആ ചോദ്യമാണ് ആ യുവതി ചോദിച്ചത്. അത് കേട്ടതും മാർക്ക് പറഞ്ഞു, ഞാനിവിടെ എംബർ ഹോട്ടൽ ഉണ്ടാവും, അവിടെ ഒന്ന് തിരക്കിയാൽ എന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അത് കേട്ടതും ആ ലേഡി മാർക്കിനോട് പറഞ്ഞു, ഓക്കെ, നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് മാർക്ക് എന്നാണ്, മാർക്ക് ഫെല്ലർ. ഓക്കെ മിസ്റ്റർ മാർക്ക് ഫെല്ലർ, ഉറപ്പായും ലൈഫ് എനർജിയെ കുറിച്ച് എന്തെങ്കിലും വിവരം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അത് അറിയിക്കും. മാർക്ക് ആ യുവതിയുടെ യാത്ര പറഞ്ഞ് തിരിച്ച് ഇറങ്ങി വരുമ്പോ ഡാനിയും എറിക്കും മാർക്കിനെ കാത്തു നിൽക്കുകയാണ്. മാർക്കിനെ കണ്ടതും ഡാനി മാർക്കിന്റെ കൈയിലേയും പിടിച്ചു. ഏയ്, നീ എങ്ങനെയാടാ അവളെ ഒപ്പിച്ചെടുത്തത്? ഡാനി, നീ എന്താ ഈ പറയുന്നത്? മാർക്ക്, നീ വെറുതെ ഉരുളൊന്നും വേണ്ട. ഞാൻ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം നീ എങ്ങനെ സംഘടിപ്പിച്ചു? ഇടാ, നീ ഒരു വേന്ദ്രൻ തന്നെ. ഡാനി അത് പറഞ്ഞതും മാർക്ക് ഡാനിയോട് പറഞ്ഞു, ഡാനി, നീ വിചാരിക്കും പോലെ അല്ല. ഞാൻ അവളോട് ലൈഫ് എനർജിയെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ആ ലൈഫ് എനർജി ആരെങ്കിലും വിൽക്കാൻ കൊണ്ടുവരികയാണെങ്കിൽ എന്നെ അറിയിക്കാമെന്നാണ് അവള് എന്നോട് പറഞ്ഞത്. കൊള്ളാം, എനിക്ക് മനസ്സിലായി. ഡാനി അങ്ങനെ പറഞ്ഞതും എറിക്ക് ചിരി തുടങ്ങി. എറിക്കും ഡാനിയും മാർക്കിനെ എന്നാണ് കളിയാക്കുകയാണ്. എന്തായാലും ആ ടീം അവിടെ നേരെ എംബർ ഹോട്ടലിലേക്ക് തിരിച്ചു. അവര് ആ ലേല ഹാളിന് പുറത്തിറങ്ങുമ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോകുന്നത്. നേരത്തെ അവിടെ നിന്ന് ആ ഹിമാനിയം മൗണ്ടനിലെ ഡിവൈൻ ഫ്ലെയിം വാങ്ങിച്ച ആ പ്രായമുള്ള മനുഷ്യനെ ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കാനായി വളഞ്ഞു നിൽക്കുകയാണ്. ആ വളഞ്ഞു നിൽക്കുന്ന ആളുകളെല്ലാം മൈറ്റ് ലെവൽ യോദ്ധാക്കളുമാണ്. ശരിക്കും അതിശക്തരായ ഒരു കൂട്ടം ആളുകൾ ആ പ്രായമുള്ള മനുഷ്യനെ ആക്രമിക്കാൻ വളയുന്ന കണ്ടപ്പോ ഡാനിയും എറിക്കും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, കണ്ട, ഫ്ലെയിം വാങ്ങിച്ചോണ്ടൊന്നും കാര്യമില്ല, അത് അങ്ങ് വീട്ടിൽ കൊണ്ടുപോകാനുള്ള യോഗമില്ല. അങ്ങനെ ആ ചെറുപ്പക്കാർ പറയുമ്പോഴേക്കും ആ പ്രായമുള്ള ആളുടെ ശബ്ദം അവർ കേട്ടു. എന്താ നിങ്ങളുടെ ഭാവം? ഹലോ മിസ്റ്റർ ഓൾഡ് മാൻ, നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ ഹിമാലയൻ മൗണ്ടനിലെ ഡിവൈൻ ഫ്ലെയിം ഒക്കെ വാങ്ങിക്കൊണ്ട് നടന്നാൽ ഞങ്ങൾ ചെറുപ്പക്കാർ പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ലേലത്തിൽ പങ്കെടുക്കാമായിരുന്നല്ലോ. നിങ്ങളൊക്കെ ലേലം വിളിച്ചവരല്ലേ. ലേലത്തിൽ ആർക്കെങ്കിലും ഒരാൾക്കല്ലേ വിജയിക്കാൻ പറ്റൂ. എന്റെ വിജയം നിങ്ങൾക്ക് അങ്ങോട്ട് സുഖിച്ചില്ലെന്ന് തോന്നുന്നു. ഓൾഡ് മാൻ, ഉള്ളത് പറയാമല്ലോ, ഞങ്ങൾക്ക് തീരെ അങ്ങോട്ട് സൂചിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ കയ്യിരിക്കുന്ന ആ ഫ്ലെയിം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകിയാൽ ഞങ്ങള് നിങ്ങളോട് വലിയ സൗഹാർദ്ദമായിട്ട് ഇടപെടാം. ഓഹോ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഫ്ലെയിം നൽകിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലും എന്നല്ലേ ആ പറയുന്നതിന്റെ അർത്ഥം? ഓൾഡ് മാൻ, നിങ്ങൾക്ക് ശരിക്കും ബുദ്ധിയുണ്ട്. സത്യമായിട്ടും ഞങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളത് പറഞ്ഞ സ്ഥിതിക്ക് ഇനി സമയം കളയണ്ട. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല എൻ്റെ കയ്യിൽ നിന്ന് ഈ ഫ്ലെയിം പിടിച്ചെടുക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പ്രായമുള്ള മനുഷ്യൻ ഒന്ന് നടു നിവർത്തി. അയാൾ അതുവരെ ലേശം വളഞ്ഞാ നിന്നത്. ശരിക്കും പെട്ടെന്ന് അയാൾ നടുവൊക്കെ നിവർത്തി
കൈയൊക്കെ ഒന്ന് ഉഷാറാക്കുകയാണ്. അയാൾ അങ്ങനെ ഉഷാറാക്കുമ്പോൾ സാധാരണ നമ്മൾ കാണുന്ന മാർഷൽ ആർട്ടിസ്റ്റുകളുടെ ഒരു ശൈലിയിലേക്ക് അയാൾ പെട്ടെന്ന് മാറുകയാണ്. നല്ല ഉറച്ച ശരീരമുള്ള, നരച്ച താടിയും നരച്ച തലമുടിയുമുള്ള ആ ആളെ മാർക്ക് വല്ലാത്തൊരു കൗതുകത്തോടെ നോക്കി പോവുകയാണ്. ആ സമയത്ത് ഡാനി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് വാ നമുക്ക് പോവാം. അവരടികൂടുന്നത് നമ്മളെന്തിനാ കാണുന്നത്? ഏയ് ഡാനി, അതങ്ങനെയല്ല. ഈ രണ്ട് ഭാഗത്തുമുള്ള ആളുകൾ ശക്തരാണ്. ശക്തർ തമ്മിലുള്ള ഫൈറ്റ് കാണാൻ എപ്പോഴും നമുക്ക് അവസരം കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇതൊന്ന് കണ്ടു കളയാം. മാർക്കിന് അവിടെ ആ നടക്കാൻ പോകുന്ന ഫൈറ്റിൽ വല്ലാത്തൊരു കൗതുകം. മാർക്ക് അങ്ങനെ പറഞ്ഞതും ഡാനിയും എറിക്കും പിന്നെ ഒന്നും മിണ്ടിയില്ല. അവരും ആ ചെറുപ്പക്കാരെയും ആ പ്രായമുള്ള ആളെ നോക്കുമ്പോൾ ആ ചെറുപ്പക്കാർ പ്രായമുള്ള ആളോട് പറഞ്ഞു, ഹേയ് നീളെന്താ പിള്ളേരെ കളിയാക്കും പോലെ കൈയും കാലും ഒക്കെ ഒന്ന് വീശി കാണിക്കുന്നത്? ഞങ്ങളെ ഈ മാർഷൽ ആർട്സ് പഠിക്കാൻ വന്ന ആളുകളൊന്നുമല്ല. അങ്ങനെ അവർ പറയുമ്പോൾ ആ ചെറുപ്പക്കാരുടെ ബോഡിക്ക് ചുറ്റുമായി ഓറകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പെട്ടെന്നാണ് അവര് അവരുടെ പൂർണ്ണ ശക്തിയിലേക്ക് അങ്ങ് എത്തുന്നത്. സകലരും മൈറ്റി ലെവൽ വാരിയേഴ്സ് തന്നെയാണ്. അതിശക്തരായ 9 മൈറ്റി ലെവൽ വാരിയേഴ്സ് ഇതാ ആ പ്രായമുള്ള മനുഷ്യനെ വളയുകയാണ്. ആ പ്രായമുള്ള മനുഷ്യൻ പെട്ടെന്നാണ് മുന്നോട്ട് കുതിച്ചത്. അയാൾ മുന്നോട്ട് കുതിക്കുമ്പോൾ ആ ലേല ഹാളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രകാശം അയാളുടെ തലമുടിയിൽ അടിക്കുന്നുണ്ട്. ആ തലമുടിയിൽ മഞ്ഞ നിറത്തിലുള്ള പ്രകാശം അടിക്കുമ്പോൾ ആ വെളുത്ത തലമുടി ഒരു വല്ലാത്ത പ്രഭ ഉണ്ടാക്കുകയാണ്. ആടി ഉലയുന്ന തലമുടിയും പാറിക്കളിക്കുന്ന താടിയുമായി ആ ഓൾഡ് മാൻ മുന്നോട്ട് കുതിച്ചതും അതേ വേഗതയിൽ മറുഭാഗത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരനും മുന്നോട്ട് കുതിച്ചു. രണ്ടുപേരും അതിവേഗം മുന്നോട്ട് കുതിച്ച് പരസ്പരം ഒന്ന് കോർത്തു എന്ന് പറയാം. ആ പ്രായമുള്ള മനുഷ്യൻ ആ ചെറുപ്പക്കാരനെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ശബ്ദത്തോടെ ആ ചെറുപ്പക്കാരൻ താഴെ വീഴുന്നതാണ്. ആ പ്രായമുള്ള മനുഷ്യൻ എന്ത് ആയുധമാണ് ഉപയോഗിച്ചെന്നുള്ള കാര്യം ആരും കണ്ടില്ല. ആ ചെറുപ്പക്കാരന്റെ കഴുത്ത് അറ്റുപോയിരിക്കുകയാണ്. എപ്പോ എങ്ങനെ അത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല. ആ കാഴ്ച ആ 8 പേരും ഭയപ്പെടുത്തുന്നതിന് പകരം ദേഷ്യം പിടിപ്പിക്കുകയാണ് ചെയ്തത്. ആ 8 പേരുടെയും ഓറകൾ പെട്ടെന്ന് വർദ്ധിച്ചു. പിന്നീട് അവിടെ നടന്നത് അതീവ രൂക്ഷമായ ഒരു ഏറ്റുമുട്ടലാണ്. ആ 8 പേരും ആ പ്രായമുള്ള ആളും തമ്മിൽ അതിശക്തമായ ഫൈറ്റാണ് നടക്കുന്നത്. ആ പ്രായമുള്ള ആളിന്റെ പ്രായം വെറും ഒരു നമ്പർ മാത്രമാണെന്ന് വിളിച്ചു പറയുന്ന ശൈലിയിലുള്ള ഒരു പ്രകടനമാണ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അയാള് ഈ നിമിഷം ഇടതുവശത്ത് കാണുമെങ്കിൽ അടുത്ത നിമിഷത്തിൽ പടിഞ്ഞാറ് ഭാഗത്താണ് കാണുക. അതിവേഗം അയാള് മാറിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ ആഫ്റ്റർ ഇമേജുകളാണ് പലപ്പോഴും നമ്മൾ കാണുക. അയാളാണെന്ന് കരുതി ആ ചെറുപ്പക്കാർ ഇടിക്കുമ്പോൾ ശരിക്കും അവിടെ അയാളുടെ ഇമേജേ ഉള്ളൂ. 8 പേരുടെ മുകളിലും പെട്ടെന്നാണ് ആ ഓൾഡ് മാൻ ആധിപത്യം ഉറപ്പിച്ചത്. അയാളുടെ കൈകാലുകൾ അതിവേഗം അവിടെ പുറത്ത് പതിക്കുകയാണ്. ഇതിനിടയിൽ ആ 8 പേരും മാന്ത്രിക സ്പെല്ലുകൾ ആക്ടിവേറ്റ് ചെയ്ത് തുടങ്ങി. മാന്ത്രിക സ്പെല്ലുകൾ ആക്ടിവേറ്റ് ചെയ്തതും മാർക്ക് ഡാനിയോടും എറിക്കിനോടും പറഞ്ഞു, ഏയ് പുറകോട്ട് മാറ്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഡാനിയുടെയും എറിക്കിന്റെയും പുറത്ത് ഒരു സുവർണ പ്രകാശമാണ് മാർക്ക് കാണുന്നത്. അവർ രണ്ടുപേരും അതീവ സുരക്ഷിതമായ സുരക്ഷാ കവചത്തിനുള്ളിലാണെന്ന് മാർക്കിന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അവരുടെ അപ്പൂപ്പൻ 2 ചെറുമക്കളെയും കൃത്യമായും സംരക്ഷിച്ചിരിക്കുകയാണ്. എന്നിട്ട് മാർക്ക് അവർക്കൊപ്പം പുറകോട്ട് മാറി. അതിശക്തമായ ഇന്റേണൽ എനർജി ഉപയോഗിച്ചുള്ള ആ യുദ്ധം ആ സ്ഥലമെല്ലാം പൊളിച്ചെടുക്കും എന്ന ശൈലിയിലാണ്. ശരിക്കും അതിശക്തമായ ഒരു ഫോർമേഷൻ അവിടെ ഉള്ളത് കൊണ്ട് ആ കെട്ടങ്ങൾ തകർന്ന് വീഴുന്നില്ലെന്ന് മാത്രം. മാർഷൽ ആർട്ടിസ്റ്റുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ഫോർമേഷൻ നേരത്തെ കൂട്ടി അവർ ചെയ്തു വെക്കും. ഇല്ലെങ്കിൽ ഈ മാർഷൽ ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുമ്പോൾ നാശനഷ്ടം പതിവാണ്. മാർക്ക് ശ്വാസം അടക്കി പിടിച്ചാണ് ആ യുദ്ധം കണ്ടത്. ആ 8 പേരെയും ആ ഓൾഡ് മാൻ അതിശക്തമായി തന്നെ നേരിടുകയാണ്. അയാൾക്കൊരു ക്ഷീണവുമില്ല. അയാള് ഏതാണ്ട് വിജയിക്കും എന്ന് തോന്നിയ സമയത്താണ് 2 ഡസനോളം ചെറുപ്പക്കാർ കൂടി അങ്ങോട്ടേക്ക് എത്തിയത്. ആ 8 പേരുടെയും സഹായികളാണ് വന്ന ആളുകൾ. അതുവരെ ഒരു മേൽക്കോയ്മ ഉണ്ടായിരുന്ന ആ പ്രായമുള്ള ആളുടെ മേൽക്കോയ്മ ആ നിമിഷം നഷ്ടമായി. ഇപ്പോൾ അയാളെ എതിർക്കുന്നത് 32 ആളുകളാണ്. 32 ആളുകൾ കൂടി അയാളെ വളഞ്ഞിട്ട് ആക്രമിച്ചു തുടങ്ങിയതും അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. ആ കാഴ്ച കണ്ട ഡാനിയും എറിക്കും മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇനി കഥ അധികം നീളില്ല, വാ നമുക്ക് പോവാം. അത് കേട്ടതും മാർക്ക് അവന്മാരോട് പറഞ്ഞു, നിങ്ങൾ നടക്ക്, ഞാനിപ്പോ വരാം. ഞാൻ ഇതിന്റെ എൻ്റെ കൂടെ ഒന്ന് കണ്ടോട്ടെ. നിന്റെ കാര്യം ഇടാ ആ പ്രായമുള്ള ആളെ അവന്മാരെല്ലാം കൂടെ തല്ലിക്കൊല്ലും, അതില് കാണാൻ എന്താ ഉള്ളത്? അങ്ങനെ പറഞ്ഞിട്ട് ഡാനിയും എറിക്കും കൂടി പുറത്തേക്ക് നടന്നു. പുറത്തേക്ക് നടക്കുന്ന അവന്മാര് ശരിക്കും വളരെ ചിരിച്ചു കളിച്ചാ പോകുന്നത്. മാർക്ക് അവന്മാരെ നോക്കിയിട്ട് തിരിഞ്ഞ് വീണ്ടും ആ ഫൈറ്റ് നടക്കുന്ന ഭാഗത്തേക്ക് നോക്കി. അവിടെ ശക്തമായ ഫൈറ്റ് തന്നെയാണ്. തരിമ്പം വിട്ടുകൊടുക്കാതെ ആ ഓൾഡ് മാൻ അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഓൾഡ് മാന്റെ കൈക്കുള്ളിൽ ഒരു സുവർണ ഗോളം വന്നു. അയാള് ഒരു മാന്ത്രിക സ്പെല്ല് കൊണ്ട് ഒരു ഗോളം നിർമ്മിച്ചിരിക്കുകയാണ്. ലിയാൻഡർ
2 ദിവസം മുമ്പ് മാർക്കുമായി ഏറ്റുമുട്ടിയപ്പോൾ സൃഷ്ടിച്ചതുപോലുള്ള ഒരു ഗോളം, അതേപോലെ ഒരു ഗോളം ഇവിടെ ആ പ്രായമുള്ള മനുഷ്യനും സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ ഗോളം സൃഷ്ടിച്ചതും അയാൾ അതിവേഗം അത് അയാളെ എതിരിടുന്ന ആളുകൾക്ക് നേരെ വലിച്ചെറിഞ്ഞു. ഒരു ഹൂങ്കാര ശബ്ദത്തോടുകൂടി ആ പ്രകാശഗോളം തങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്ന കണ്ടതും അവര് പല ഭാഗത്തോട്ടായി അങ്ങ് ഒഴിഞ്ഞു മാറി തല തറയിലേക്ക് കുനിക്കായിരുന്നു. ഈ ഫൈറ്റ് ചെയ്യുന്ന ചെറുപ്പക്കാരുടെ പുറകിൽ ഒളിച്ചു നിന്ന് ആ ഫൈറ്റ് കണ്ടുകൊണ്ടിരുന്ന മാർക്ക് തികച്ചും പെട്ടുപോയി. മാർക്കിന് ഒഴിഞ്ഞു മാറാൻ കഴിയുമ്പോൾ ആ പ്രകാശം മാർക്കിന്റെ പുറത്തിടിച്ചു. ഈ സമയത്ത് ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞിരുന്ന ആ ചെറുപ്പക്കാർ വീണ്ടും ആ പ്രായമുള്ള മനുഷ്യനെ ആക്രമിക്കുകയാണ്. ആ പ്രായമുള്ള മനുഷ്യനെ തലങ്ങും വിലങ്ങും അവർ ആക്രമിക്കുമ്പോൾ മാർക്കിന്റെ പുറത്ത് ആ പ്രകാശം ഇടിക്കുന്നതിന് തൊട്ടു മുമ്പ് മാർക്ക് ആ പ്രകാശത്തിലേക്ക് ഒന്ന് ഇടിക്കാൻ ശ്രമിച്ചിരുന്നു. പെട്ടെന്നായിരുന്നു ആ പ്രകാശം മാർക്കിന്റെ പുറത്ത് ഇടിച്ചത്. അതുകൊണ്ട് തന്നെ മാർക്കിന് കൈയൊന്ന് ഉയർത്തി അത് തൊടാനേ പറ്റുള്ളൂ. പക്ഷേ മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു കാര്യം അവിടെ സംഭവിച്ചു. മാർക്കിന്റെ കൈ ആ പ്രകാശത്തിൽ തൊട്ടതും ആ സുവർണ ഗോളം പതുക്കെ അടർന്നു മാറി ഒരു പ്രകാശം മാർക്കിന്റെ കയ്യിലേക്ക് വീണു. വെളുത്ത പ്രതിമയ്ക്ക് ചുറ്റുമുള്ള ആ പ്രകാശം കണ്ട മാർക്ക് ഞെട്ടലോടെ ആ വെളുത്ത പ്രതിമയിലേക്ക് അറിയാതെ നോക്കി പോവുകയാണ്. നേരത്തെ ആ ലേല ഹാളിൽ വെച്ച് മാർക്ക് കണ്ട ഹിമാനി മൗണ്ടനിലെ അമൂല്യമെന്ന് വിളിക്കപ്പെട്ട ആ ഡിവൈൻ എനർജിയാണ് ഇതാ മാർക്കിന്റെ കയ്യിലെത്തിയിരിക്കുന്നത്. മാർക്കിന്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാർ ഈ സമയത്ത് ആ പ്രായമുള്ള മനുഷ്യരുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാർക്ക് തന്റെ കയ്യിലിരിക്കുന്ന പ്രകാശത്തിലേക്കും ആ ഏറ്റുമുട്ടൽ നടക്കുന്ന സ്ഥലത്തേക്കും നോക്കി. ആ പ്രായമുള്ള മനുഷ്യൻ ആ പ്രകാശത്തെ വലിച്ചെറിഞ്ഞതാണ്. ആ പ്രായമുള്ള മനുഷ്യൻ 53 മില്യൺ സ്പിരിറ്റ് കോയിൻ വഴി വാങ്ങിച്ചെടുത്ത ആ ഹിമാനി ഡിവൈൻ എനർജി അയാളിത് എറിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. അയാള് യഥാർത്ഥത്തിൽ അത് ചിലപ്പോ രക്ഷപ്പെടുത്താൻ വേണ്ടി തനിക്ക് എറിഞ്ഞു തന്നതാണോ? അങ്ങനെ ഒരു സംശയമാണ് പെട്ടെന്ന് മാർക്കിന്റെ മനസ്സിലുണ്ടായത്. അങ്ങനെ തോന്നിയതും മാർക്ക് ഫെല്ലർ ആ എനർജി മാർക്കിന്റെ ആ ഡിവൈൻ ആർട്ടിഫാക്റ്റിലേക്ക് മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടി പുറത്തിറങ്ങി. മാർക്കിന്റെ മുഖത്ത് വല്ലാത്തൊരു ചിരി വരികയാണ്. എത്ര ഒളിക്കാൻ ശ്രമിച്ചിട്ടും മാർക്കിന്റെ മുഖത്തൊന്നും ആ ചിരി മായുന്നില്ല. മാർക്ക് ആഗ്രഹിച്ച ആ ഹിമാനി മൗണ്ടൻ എനർജി ഇത് മാർക്കിന്റെ കൈവശം എത്തിച്ചേർന്നിരിക്കുകയാണ്. മാർക്കിന്റെ കപ്പാസിറ്റിയെ ഒരുപാട് ലെവൽ മുകളിലേക്ക് ഉയർത്താൻ ശക്തിയുള്ള എനർജിയാണ് മാർക്കിന് കിട്ടിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മാർക്കിന്റെ ഉള്ളിൽ നിന്ന് ചിരി പൊട്ടി വരികയാണ്. മാർക്ക് അങ്ങനെ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴാണ് ഡാനിയും എറിക്കും മാർക്കിന്റെ വഴി കയറി നിൽക്കുന്നത്. ശരിക്കും മാർക്ക് അവരെ കണ്ടിരുന്നില്ല. ഏയ് മാർക്ക്, നീ ഇവിടെയൊന്നും അല്ലേ? നിനക്ക് വല്ല ലോട്ടറി അടിച്ചു? നീ എവിടെ ആലോചിച്ചാണ് നടക്കുന്നത്? തുരുതുരാ ചോദ്യങ്ങൾ കേട്ട് മാർക്ക് അവന്മാരെ നോക്കുമ്പോൾ അവര് മാർക്കിന്റെ ഷോൾഡർ തട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് മാർക്കിന് ബോധം ഉണ്ടായത്. ഹേയ് അല്ല, നിങ്ങൾ എന്താ ചോദിച്ചത്? അല്ല മാർക്ക്, നിനക്ക് ലോട്ടറി അടിച്ചു എന്നാണ് നമ്മൾ ചോദിച്ചത്. ഹേ ലോട്ടറി? എന്ത് ലോട്ടറി? അല്ല മാർക്ക്, എന്തായി ആ ഫൈറ്റ് എന്തായി? ഓ, ആ വയസ്സിനെ അവരെല്ലാം കൂടി വളഞ്ഞിട്ട് അടിക്കുകയാണ്. അത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ പോകുന്നു. അങ്ങനെ മാർക്ക് പറഞ്ഞതും അവർ മാർക്കിനോട് പറഞ്ഞു, ഓ എന്നാ ശരി, നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് മടങ്ങാം. ആ മൂവർ സംഘം അങ്ങനെ അവസാനം എംപറർ ഹോട്ടലെത്തി. എംപറർ ഹോട്ടലിലേക്ക് നടക്കുമ്പോൾ മാർക്കിന്റെ മനസ്സിൽ ആ ചോദ്യം ഇങ്ങനെ വരികയാണ്. എംപറർ ഹോട്ടലിലേക്ക് നടക്കുമ്പോൾ മാർക്കിന്റെ മനസ്സിൽ ആ രംഗം ഇങ്ങനെ കടന്നു വരികയാണ്. തനിക്ക് നേരെ ആ ഹിമാനി മൗണ്ടൻ എനർജി എറിഞ്ഞു തന്ന ആ പ്രായമുള്ള മനുഷ്യന്റെ മുഖമാണ് മാർക്കിന്റെ മനസ്സിലേക്ക് വരുന്നത്. അയാള് ആ ഫൈറ്റിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ ഉറപ്പായും തന്നെ തേടി വരും. അപ്പോ ആ എനർജി കൊടുക്കണം. ഇനി അഥവാ അയാൾ ആ ഫൈറ്റിൽ കൊല്ലപ്പെട്ടാൽ ഈ എനർജി ഒരു ലോട്ടറി തന്നെയാണ്. അങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് മാർക്ക് ഫെല്ലറും വാൻ സഹോദരന്മാരും ആ ഹോട്ടലിൽ മടങ്ങിയെത്തുന്നത്. അവര് ഹോട്ടലിലെത്തി ഫ്രഷ് ആയി കഴിഞ്ഞതും റെസ്റ്റോറൻറ്റിലേക്ക് ഇറങ്ങി. രാത്രി ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഉദ്യമത്തിലാണ് അവർ റെസ്റ്റോറൻറ്റിലെത്തിയത്. ആ മൂവ സംഘം റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കുറച്ച് ആളുകൾ കയറി വന്നു. അവര് ആ ടേബിളിന് ചുറ്റുമായി അങ്ങ് വളഞ്ഞു. അത് കണ്ടതും ഡാനി അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഏയ് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങള് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തോളാം. ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കാന്ന്? ഏയ് നിങ്ങള് ആരെന്ന് കരുതിയിട്ടാണ് ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഏയ് നിങ്ങൾ ആരായാലും എനിക്കൊന്നുമില്ല. ഞാൻ വന്നത് ഒരു സാധനം എടുക്കാനാണ്. എന്ത് സാധനം? ഏയ് കൂടുതൽ വളച്ചു കെട്ടില്ലാതെ ഞാൻ കാര്യം പറയാം. നിങ്ങള് ആ ഫൈറ്റ് നടന്ന സമയത്ത് അവിടുന്ന് അടിച്ചുകൊണ്ട് പോയ ആ ഫ്ലെയിം ഉണ്ടല്ലോ, ആ ഫ്ലെയിം എനിക്ക് തിരിച്ചു വേണം. ഫ്ലെയിം ഏതാണെന്ന് ഡാനിക്കും അതുപോലെ എറിക്കിനും മനസ്സിലായി, മാർക്കിനും മനസ്സിലായി. പക്ഷെ ഡാനിയും എറിക്കും മനസ്സിലാക്കിയതല്ല, മാർക്ക് മനസ്സിലാക്കിയെന്ന് മാത്രം. ഡാനി അവനോട് പറഞ്ഞു, ഫ്ലെയിമോ? ആ ഫ്ലെയിം ആ പ്രായമുള്ള മനുഷ്യന്റെ കയ്യിലല്ലേ ഉണ്ടായിരുന്നത്. അതിന് ഞങ്ങൾ എന്തിനാ പരിശോധിക്കുന്നത്? ഏയ് കാര്യം നിങ്ങൾ ചെറുപ്പക്കാരാണെങ്കിലും ഇത്ര ചെറുപ്പത്തിലെ കള്ളം പറയുന്നത് നല്ല ശീലമല്ല. ആ ഫൈറ്റിനിടയിൽ ആ ഫ്ലെയിം നഷ്ടപ്പെട്ടിരുന്നു. ആ ഫ്ലെയിം നഷ്ടപ്പെട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് നിങ്ങൾ 3 പേരുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പാണ് ആ ഫ്ലെയിം നിങ്ങൾ എടുത്തു. ഡാനിയും എറിക്കും സംശയത്തോടെ മാർക്കിനെ നോക്കി. മാർക്ക്
അവന്മാരോട് പറഞ്ഞു, ഞങ്ങളെടുത്തുന്നോ? ആരാ നിങ്ങളോട് ഈ നുണ പറഞ്ഞത്? ഏയ്, ഞങ്ങളോട് കള്ളം പറഞ്ഞാൽ ആ പ്രായമുള്ള ആളിന് സംഭവിച്ചതിനെ നിങ്ങൾക്ക് സംഭവിക്കും. പ്രായമുള്ള ആളിന് എന്ത് സംഭവിച്ചു? എറിക്കാണ് ആ ചോദ്യം ചോദിച്ചത്. അയാള് ഞങ്ങളെ കൊന്നു. അപ്പോ ഉത്തരം വ്യക്തമാണ്. ഫ്ലെയിം അവർക്ക് കൊടുത്തില്ലെങ്കിൽ മാർക്കിനെയും ആ കൂടെ ഇരിക്കുന്ന ആളുകളെയും അയാളെ കൊല്ലും. അത് കേട്ടതും ഡാനി അവന്മാരോട് പറഞ്ഞു, ഏയ്, നിങ്ങള് ശരിക്കും തല്ലുണ്ടാക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡാനി ചാടി എണീറ്റു. താനൊരു വലിയ മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്ന് കാണിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഡാനി അതിനെ കാണുന്നത്. ഡാനിക്ക് അടിതട ഒന്നും വലിയ വശമില്ലെങ്കിലും നാക്കുകൊണ്ട് അടികൂടാൻ അയാളൊരു മിടുക്കനാണ്. ആളുകളെ തെറി വിളിക്കാനും അവന് ഒരു മടിയില്ല. അവന്റെ കൂടപ്പുറപ്പാണല്ലോ എറിക്ക്. എറിക്കും ചാടി എണീറ്റു. ഈ രണ്ടു പേരും ഇന്ന് അടി വാങ്ങിച്ചു തരുമല്ലോ എന്നാണ് മാർക്ക് ആലോചിച്ചത്. മാർക്കിന്റെ ആ മാന്ത്രിക നിലവറ പരിശോധിച്ചാൽ അതിനകത്തുള്ള ഫ്ലെയിം ആർക്കായാലും കണ്ടുപിടിക്കാൻ പറ്റും. ഈ മൈറ്റ് ലെവൽ ഫൈറ്റേഴ്സിന് മാന്ത്രിക നിലവറ പരിശോധിക്കാന്ന് പറഞ്ഞാൽ എളുപ്പം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. മാർക്ക് അത് ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? യവന്റെ അടുത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോൾ അവിടേക്ക് കുറെ ആളുകൾ കയറി വന്നു. ആ ആളുകളെ നയിക്കുന്നത് മാർക്കും ലിയാൻഡറും കൂടി ഫൈറ്റ് നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാള് ഓടി അവരുടെ അടുത്തേക്ക് വന്നിട്ട് മാർക്കിനെയും കൂട്ടരെയും വളഞ്ഞു നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഏയ്, സ്റ്റോപ്പ് സ്റ്റോപ്പ്. പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടപ്പോ ആ മൈറ്റ് ലെവൽ ആളുകൾ ഒന്ന് കാല് പുറകോട്ട് വെച്ചു. പോലീസുമായിട്ട് വെറുതെ എതിടുന്നത് ഒരു നല്ല ശീലമല്ലല്ലോ. പക്ഷെ ഒരു കാലം പുറകോട്ട് വെച്ചെങ്കിലും അവന്മാർ ആ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഇതിൽ പോലീസ് ഇടപെടേണ്ട കാര്യമില്ല, ഇവരും ഞങ്ങളും തമ്മിലാണ് പ്രശ്നം. ഏയ്, അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇവരുടെ പുറത്ത് കൈവച്ചാൽ നിങ്ങൾ ആരും ഇന്ന് ഇവിടെ നിന്ന് ജീവനോടെ പുറത്തു പോവില്ല. ഏയ്, ആര്? നിങ്ങൾ ഞങ്ങളെ തടയുമെന്നാണോ പറയുന്നത്? ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ മറുപടി കേട്ടപ്പോ ആ ചെറുപ്പക്കാരന് അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്. അയാളൊരു മൈറ്റ് ലെവൽ യോദ്ധാവാണ്. അയാൾക്ക് ആ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനും അയാളുടെ കൂടെയുള്ള ആളുകളൊന്നും ഒരു വിഷയമേ അല്ല. അയാൾ ഒരു കൈയൊന്ന് ഉയർത്തിയാൽ തന്നെ അവരെല്ലാം തീരും. ആ മൈറ്റ് ലെവൽ വാരിയറുടെ ആ ചോദ്യം കേട്ടതും ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവരോട് പറഞ്ഞു, അല്ല, നിങ്ങൾക്ക് ഇതുവരെ ഈ കാര്യം മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഇവരാരെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇവര് മിസ്റ്റർ വെൻലിയുടെ ചെറുമക്കളാണ്. വെൻലി എന്ന് കേട്ടപ്പോ ആ എതിരാളികളുടെ കണ്ണുകളിൽ തെളിഞ്ഞ ഭയം മാർക്ക് കൃത്യമായി കണ്ടു. അവന്മാര് ശരിക്കൊന്ന് പതറി എന്ന് പറയാം. പക്ഷെ അത് ഒരു നിമിഷത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. ആ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് ആ ലീഡർ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഹേയ് ഗ്രേറ്റ് ലീഡർ വെൻലി, ഇവിടെ എത്താൻ എന്തായാലും സമയമെടുക്കും. അതിനു മുമ്പ് ഞാൻ ഇവരെ ഒന്ന് പരിശോധിക്കാം. അങ്ങനെ അയാൾ പറഞ്ഞതും ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ മൈറ്റി ലീഡറോട് പറഞ്ഞു, ഹലോ, പ്രശ്നം അവിടെയാണ്. ഇവരുടെ ഗ്രാൻഡ് ഫാദർ ഇവരെ തിരക്കി ഇവിടെ ഗൂ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കകം അദ്ദേഹം ഇവിടെ എത്തും. ആ ഡയലോഗ് ശരിക്കും ആ ഫൈറ്റേഴ്സിനെ അക്ഷരാർത്ഥത്തിൽ വിരട്ടി. പെട്ടെന്ന് അവരെല്ലാവരും പുറകോട്ട് മാറിയിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, സോറി, ഇനി ഞങ്ങളിവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയ അയാൾ തിരിഞ്ഞ് മാർക്കിനെ നോക്കി. ഏയ്, ഇവൻ മിസ്റ്റർ വെല്ലിയുടെ ചെറുമകനല്ലോ. മാർക്കിനെ ചൂണ്ടിയാണ് ആ ചോദ്യം ചോദിച്ചത്. അത് കേട്ടതും പോലീസ് ഉദ്യോഗസ്ഥൻ ഉടൻ മറുപടി പറഞ്ഞു, അതെ അതെ, അത് വേറെ ആളാണ്, ഞങ്ങൾക്ക് ഇവരെ പരിശോധിക്കാലോ. അങ്ങനെ ആ മൈറ്റി ഫിഗർ ചോദിച്ചതും ഡാനി അയാളോട് പറഞ്ഞു, ഏയ്, നിനക്ക് എന്റെ ഗ്രാൻഡ് ഫാദർ ഇവിടെ വന്നാലേ പോകാൻ പറ്റൂന്നാണോ? ഇടാ, നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? എന്റെ ഗ്രാൻഡ് ഫാദർ ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തും. മിസ്റ്റർ മാർക്ക് ഫെല്ലർ ഞങ്ങളുടെ കൂടപ്പുറപ്പാണ്. മാർക്കിനെ തൊട്ടാൽ ഗ്രാൻഡ് ഫാദർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഡാനി ഉറക്കെ ചോദിച്ചതും ആ മൈറ്റി ഫിഗർ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അതിവേഗം പുറത്തേക്ക് നീങ്ങി. ആ മൈറ്റി ഫിഗേഴ്സ് എല്ലാം അവിടെ നിന്ന് പോയി കഴിഞ്ഞതും ഡാനി നടന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്തെത്തി. അയാളുടെ ഷോൾഡറിലും തട്ടിയിട്ട് ഡാനി അയാളോട് പറഞ്ഞു, താങ്ക് യു, താങ്കള് ശരിക്കും സുദീർഘമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഉറപ്പായും താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്റെ ഗ്രാൻഡ് ഫാദറോട് നിങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്യാം. ആ പോലീസ് ഉദ്യോഗസ്ഥന് അത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം. അയാൾ തൊഴുകയോടെ ആ 3 പേരോടും യാത്ര പറഞ്ഞ് അവിടെ തന്നെ നീങ്ങി. അവർ പോയി കഴിഞ്ഞതും ഡാനിയും എറിക്കും മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, സത്യമായിട്ടും നീ എടുത്തായിരുന്നു ആ ഫ്ലെയിം? ഏയ്, ഞാൻ എടുക്കാനോ? എവിടെന്ന്? അങ്ങനെ മാർക്ക് പറഞ്ഞതും പിന്നീട് ആ വിഷയത്തിൽ ചർച്ച ഉണ്ടായില്ല. ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ആവശ്യത്തിന് വൈനും വാങ്ങി ആ ടീം നേരെ അവർ മുറിയിലേക്ക് ചെന്നു. ആ രാത്രി എപ്പോഴാണ് അവർ ഉറങ്ങിയെന്ന് ചോദിച്ചാൽ ആ 3 പേർക്കും അറിയില്ല. 3 പേരും കാര്യമായി മദ്യപിച്ചു എന്ന് തന്നെ പറയാം. ഏകദേശം ഒരു രാവിലെ 8-8:30 മണിയായപ്പോ വാതിൽക്കൽ മുട്ടുന്ന ശബ്ദം കേട്ടതും ഡാനി എറിക്കിനോട് പറഞ്ഞു, എടാ എറിക്കേ, പോയി വാതിൽ ഉറക്കടാ, പോടാ, നീ പോയി തുറക്കടാ. എറിക്കിന്റെ മറുപടി ഉടൻ വന്നു. അവസാനം മനസ്സില്ലാ മനസ്സോടെ ഡാനി എണീറ്റു. ഡാനി ഒരു പരുവത്തിൽ എണീറ്റ് നടന്ന് വാതിൽക്കിലെത്തി. അവന് വാതിൽ തുറന്നപ്പോൾ അവൻ കാണുന്നത് തലേ ദിവസം ലേലം കണ്ടക്ട് ചെയ്ത ആ
കറുത്ത വസ്ത്രമണിഞ്ഞ സുന്ദരിയാണ്. അവളിപ്പോ ഒരു മിടിയൊക്കെ ധരിച്ചെത്തിയിരിക്കുന്നത്. അടിപൊളിയാണ് ആ സുന്ദരി. അവളെ കൊണ്ട് വാ പൊളിച്ച് ഡാനി അവളോട് ചോദിച്ചു, ഹേയ്, നിനക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിൽ കൊണ്ടല്ലേ, അതുകൊണ്ടാണ് നീ രാവിലെ എന്നെ തിരക്കിങ്ങ് വന്നതല്ലേ? ഡാനിയുടെ ആ ചോദ്യം കേട്ടപ്പോ ആ സുന്ദരി അറിയാതെ ചിരിച്ചുപോയി. അവള് ചിരിച്ചുകൊണ്ട് മുറിക്കകത്തേക്ക് കയറുമ്പോഴാണ് മുറിയുടെ അവസ്ഥ അവളുടെ കണ്ണിപ്പെടുന്നത്. അവിടെ മദ്യക്കുപ്പികൾ അങ്ങനെ ചിതറി കിടക്കുകയാണ്. വസ്ത്രങ്ങളൊക്കെ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. 3 ചെറുപ്പക്കാർ മാത്രമുള്ള ആ മുറിയുടെ അവസ്ഥ അതീവ ദയനീയമാണെന്ന് അർത്ഥം. അവൾ അതൊക്കെ നോക്കുന്ന കണ്ടതും ഡാനി അവളോട് പറഞ്ഞു, സോറി, ഇന്നലെ നീ എന്നോട് അനുകൂലമായി മറുപടി പറയാതെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അവസാനം ആ സങ്കടം തീർക്കാൻ ഒരു മാർഗവുമില്ലാതെ ഞാൻ കുറച്ച് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, അത് അടിച്ച് ഫിറ്റായി പോയതാണ്. സോറി കേട്ടോ. വളരെ കാര്യമായിട്ട് ഡാനി ആ ഡയലോഗ് പറഞ്ഞപ്പോൾ ആ യുവതി വാ പൊത്തി അറിയാതെ ചിരിച്ചു പോവുകയാണ്. ശരിക്കും അവൾക്ക് ചിരി പൊട്ടിപ്പോയതാണ്. സന്ദർഭത്തിനനുസരിച്ച് കഥ പറയാനുള്ള ഡാനിയുടെ ഒരു വിരുദാണ് യഥാർത്ഥത്തിൽ അവിടെ കണ്ടത്. അവള് ചിരിക്കുന്ന കണ്ടപ്പോ ഡാനിക്കും ശരിക്കും സന്തോഷം. ഈ സമയത്ത് എറിക്ക് കണ്ണോർന്ന് നോക്കുമ്പോൾ അവൻ കാണുന്നത് ചിരിച്ചു നിൽക്കുന്ന ഡാനിയും അതുപോലെ ചിരിക്കുന്ന ആ സുന്ദരിയുമാണ്. എടാ ഡാനി, നീ ഇതെപ്പോഴാടാ? അങ്ങനെ എറിക്ക് ചോദിക്കുമ്പോഴേക്കും മാർക്കും കണ്ണു തുറന്നു. കണ്ണു തുറന്ന മാർക്ക് കാണുന്നത് ആ ലേലം നടത്തിയ സുന്ദരിയും അതുപോലെ ഡാനിയാണ്. രണ്ടും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മാർക്ക് കണ്ണു തുറന്ന് കണ്ടതും ആ സുന്ദരി മാർക്കിനെ നോക്കി മാർക്കിനോടായി പറഞ്ഞു, ഏയ് മാർക്ക്, ഞാൻ നിന്നെ തിരക്കിയാ വന്നത്, ഡാനിയെ തിരക്കിയല്ല അവൾ വന്നത് മാർക്കിനെ തിരക്കിയാണ്. ആ വാചകം വളരെ വ്യക്തമായി അതാണ് അർത്ഥമാക്കുന്നത്. അത് കേട്ടതും ഡാനിയുടെ മുഖം ഇരുണ്ടു. മാർക്ക് എടിക്കടാ എന്ന് പറഞ്ഞിട്ട് അവൻ കാലുയർത്തി മാർക്കിന്റെ മൂട്ടിൽ ഒരൊറ്റ ചവിട്ട് കിട്ടിയതും മാർക്ക് ചാടി എണീറ്റു. മാർക്ക് അവിടെ എണീറ്റങ്ങ് നിൽക്കുമ്പോ ഡാനി മാർക്കിനോട് പറഞ്ഞു, കേട്ടില്ലേ, നിന്നെ തിരക്കിയാണ് അവൾ വന്നതെന്ന്, ചെല്ലേ. അങ്ങനെ ഡാനി പറഞ്ഞതും മാർക്ക് വസ്ത്രമൊക്കെ ഒരു പരുവത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ആ സുന്ദരിയുടെ അടുത്തേക്ക് നടന്നു. എന്നെ തിരക്കി വന്നാണോ? ഏയ്, നിങ്ങളല്ലേ എന്നോട് വരാൻ പറഞ്ഞത്. ആ പെൺകുട്ടിയുടെ ആ ഡയലോഗ് കേട്ടതും ഡാനിയും എറിക്കും ഒരേ നിമിഷം അറിയാതെ ചാടി എണീറ്റ് പോവുകയാണ്. ശരിക്കും എറിക്ക് ആ നിമിഷത്തിൽ കിടക്കുകയായിരുന്നു. എറിക്കും ചാടി എണീറ്റു. മാർക്ക്, നീ അവളെ വിളിച്ചു വരുത്തിയതാണല്ലേ? ആ എറിക്കിന്റെ ആ ചോദ്യം കേട്ടപ്പോ ശരിക്കും ആ പെൺകുട്ടിയെ കൈ പൊത്താതെ തന്നെ ചിരിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് എറിക്കിനോടും ഡാനിയോടും പറഞ്ഞു, ഏയ്, അതൊന്നും അല്ല, ഞാനേ മാർക്ക് പറഞ്ഞൊരു കാര്യമായി കണക്ട് ചെയ്താ വന്നത്. മാർക്ക്, നമുക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാവോ? അത് കേട്ടതും ഡാനി എറിക്കിനോട് പറഞ്ഞു, എറിക്, എന്തായാലും നോക്കുന്നത്, കിടക്ക. അങ്ങനെ പറഞ്ഞിട്ട് ഡാനി എറിക്കിനോട് ഒറ്റ ചവിട്ട്. എറിക്ക് ആ ചവിട്ട് കിട്ടിയതും കിടക്കിലേക്ക് വീണു. ഉടൻ തന്നെ ഡാനിയും കിടക്കേ വീണു. രണ്ടുപേരും ഷീറ്റ് തലയ്ക്ക് മുകളിൽ കൂടി വലിച്ചു മൂടുകയാണ്. ഈ സമയത്ത് അവരുടെ ഈ കോപ്രായങ്ങളെ കണ്ട് നിൽക്കുന്ന മാർക്കും ആ പെൺകുട്ടിയും ചിരിച്ചുകൊണ്ട് വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങി. അവർ രണ്ടും പോകുമ്പോ ഡാനി എറിക്കിനോട് പറഞ്ഞു, എറിക്കേ, എന്നാലും എന്നെ അവക്ക് എന്താ പിടിക്കാത്തത്? ഞാൻ മാർക്കിനെ പോലെ സുന്ദരനല്ലേ? അത് കേട്ടതും എറിക്ക് തലയിൽ കൂടി മൂടിയിരുന്ന ആ പുതപ്പ് മാറ്റിയിട്ട് ഡാനിയുടെ പുതപ്പ് മാറ്റി ഡാനി ഒന്ന് നോക്കി. ഏയ് ഡാനി, നീ പറഞ്ഞതിൽ കുറച്ച് വാസ്തവമുണ്ട്, നീ കാണാൻ ഒട്ടും കൊള്ളില്ല. അത് കേട്ടതും ഡാനി എറിക്കിനോട് ഒറ്റയിടി. ആ രണ്ട് സഹോദരന്മാരും ശരിക്കും ഒരു വല്ലാത്ത കോമ്പിനേഷനാണ്. അവരുടെ കളിതമാശകൾ നോക്കിക്കൊണ്ടാണ് മാർക്ക് ഫെല്ലറും ആ ലേഡിയും പുറത്തേക്ക് നടക്കുന്നത്. പുറത്തേക്ക് അവരങ്ങനെ നടക്കുമ്പോൾ മാർക്ക് ആ ലേഡിയോട് ചോദിച്ചു, അല്ല, ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? മാർക്ക് ഇന്നലെ എന്നോട് പറഞ്ഞതല്ലേ എംബർ ബിൽഡിംഗിൽ കാണുമെന്നും. അപ്പോഴാണ് മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ലൈഫ് എനർജി ഉണ്ടോ? എന്റെ കയ്യിൽ ലൈഫ് എനർജി ഇല്ല, പക്ഷെ ലൈഫ് എനർജി എവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം, അല്ലെങ്കിൽ ആരുടെ കയ്യിൽ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അങ്ങനെ ആ ലേഡി പറഞ്ഞതും മാർക്ക് അവരോട് ചോദിച്ചു, എങ്കിൽ ഒന്ന് പറയാവോ? മാർക്ക്, നമുക്ക് ആദ്യം എവിടെയെങ്കിലും ഇരിക്കാം. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞുകൊണ്ട് റെസ്റ്റോറന്റിനകത്തേക്ക് കടന്നു. അവര് ഒരു ഒഴിഞ്ഞ ടേബിളിന്റെ അപ്പുറം ഇപ്പുറമായിരുന്നു. ഭക്ഷണമൊക്കെ വരുത്തി അത്യാവശ്യം കുടിക്കാനുള്ള സാധനങ്ങളെ കിട്ടി. അതും കുടിച്ച് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ മാർക്ക് അവരോട് ചോദിച്ചു, അല്ല, ഇതുവരെയും നിങ്ങൾ പറഞ്ഞില്ല. അങ്ങനെ മാർക്ക് പറഞ്ഞതും ആ സ്ത്രീ മാർക്കിനോട് ചോദിച്ചു, അല്ല മാർക്ക്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമ്മൾ ഇത്രയും നേരമായിട്ട് ഈ ടേബിളിന്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഭക്ഷണം കഴിച്ചു, ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുകയും ചെയ്തു. മാർക്ക് പറ, എന്താ എന്റെ പേര്? ആ ലേഡി അങ്ങനെ ചോദിച്ചപ്പോഴാണ് മാർക്ക് ശരിക്കും കിളി പോയതുപോലെ ആ ലേഡി നോക്കി പോകുന്നത്. കിളി പോയതുപോലെ ഇരിക്കുന്ന മാർക്കിനെ കണ്ട ആ യുവതി ഒന്ന് ചിരിച്ചു. മാർക്ക്, വെറുതെ ആലോചിച്ച് മനസ്സ് പുണ്ണാക്കണ്ട. മാർക്ക്, എന്റെ പേര് ലിൻ എന്നാണ്. എന്നെ സാധാരണ എല്ലാവരും വിളിക്കുക സിസ്റ്റർ ലിൻ എന്നാണ്. അത് കേട്ടതും മാർക്ക് തിരിച്ച് ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഏയ് സിസ്റ്റർ ലിൻ, സോറി ഞാൻ പേര് ചോദിക്കാത്തത്. എന്തായാലും ഇപ്പൊ ഒരു പേരായാലും. സിസ്റ്റർ ലിൻ, ലൈഫ് എനർജിയെ കുറിച്ചുള്ള എന്ത് വിവരമാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? അങ്ങനെ മാർക്ക് ചോദിച്ചതും ആ
ലിൻ അവളുടെ പേഴ്സിനകത്ത് നിന്ന് ഒരു പേപ്പർ എടുത്ത് മാർക്കിന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ പേപ്പറിനകത്തുള്ളത് ഒരു അഡ്രസ്സാണ്. മാർക്ക് ആ അഡ്രസ്സ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ ലിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ അഡ്രസ്സിലുള്ള വ്യക്തിയുടെ കയ്യിൽ ലൈഫ് എനർജിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ അല്ലെങ്കിൽ ലൈഫ് എനർജിയോ ഉണ്ട്. മാർക്ക് അയാളെ കോണ്ടാക്ട് ചെയ്താൽ ഉറപ്പായും മാർക്കിന് ഒരു റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ സിസ്റ്റർ ലിൻ പറയുമ്പോഴാണ് മാർക്കിന്റെ കണ്ണുകൾ ആ റെസ്റ്റോറന്റിനകത്ത് ഉള്ള മറ്റൊരു ടേബിളിൽ പതിയുന്നത്. അല്പം ദൂരെയാണ് ആ ടേബിൾ. ആ ടേബിളിൽ മാർക്കിന്റെ കണ്ണ് പതിഞ്ഞതും മാർക്ക് സിസ്റ്റർ ലിന്നോട് പറഞ്ഞു, സിസ്റ്റർ ഒരു നിമിഷം, ഞാൻ ഇപ്പൊ വരാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ അതിവേഗം നടന്ന് ആ ടേബിളിനടുത്തെത്തി. ആ ടേബിളിൽ ഒരാള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ പുറകിലെത്തിയ മാർക്ക് അയാളുടെ വലത് കൈയിലേക്ക് പിടിച്ചു. ശരിക്കും ശക്തമായ കൈയുള്ള ഒരു കൂറ്റൻ മനുഷ്യന്റെ പുറകിലാണ് മാർക്ക് എത്തിയിരിക്കുന്നത്. മാർക്കിന്റെ കൈ ആ ശക്തമായ കയ്യിലാണ് പതിച്ചത്. തന്റെ ഇടത് കൈയിൽ ഒരാള് പിടിച്ചത് സ്വാഭാവികമായിട്ട് ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അറിഞ്ഞു. അയാളെ കൈ വലിക്കാൻ നോക്കിയപ്പോ വലിക്കാൻ പറ്റുന്നില്ല. അയാൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ അയാൾ കാണുന്നത് സാക്ഷാൽ മാർക്ക് ഫെല്ലറെയാണ്. മാർക്ക്, നീ ജെങ്സ്, നീ എന്നെ പേടിച്ച് ഒളിച്ചു നടക്കുകയാണ്. മാർക്ക്, നീ വിചാരിക്കും പോലെയല്ലേ കാര്യങ്ങൾ. ജെങ്സ്, ലീഡറെ കൊന്നിട്ട് ഒളിച്ചു നടന്നാൽ നിന്നെ ആരും പിടിക്കില്ല എന്നാണോ നീ കരുതിയിരിക്കുന്നത്? മാർക്ക്, നീ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും സത്യം ഞാൻ നിന്നോട് പറയാം. യഥാർത്ഥത്തിൽ ആ കൊലപാതകവുമായി എനിക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഞാന് വെറും ഒരു ഉപകരണമായതാണ്. യഥാർത്ഥത്തിൽ ആ കൊല പ്ലാൻ ചെയ്തത് ലിയാൻഡറും സഹീറും ചേർന്നാണ്. സഹീറാണ് എന്നെ കുടുക്കിയത്. മാർക്ക് വിചാരിച്ചിരുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ. അത് കേട്ടപ്പോൾ മാർക്കിന് ആ കാര്യം ഉറപ്പായി. ആ ഹണ്ടർ ഓർഗനൈസേഷനകത്ത് ലീഡർ കൊല്ലപ്പെട്ട നിമിഷത്തിലുള്ള സഹീറിന്റെ പെരുമാറ്റവും സഹീറിന്റെ കയ്യിൽ ആ വൈറ്റ് ബോൺ വന്നതും സംശയിക്കാൻ കഴിയുന്ന ശൈലിയിലാണ്. ഇപ്പോ ആ സംശയങ്ങളൊക്കെ വാസ്തവമാണെന്ന് തിരിയുകയാണ്. സഹീറാണ് ലീഡറെ കൊന്നതിന്റെ മാസ്റ്റർ ബ്രെയിൻ. അത് കേട്ടതും മാർക്ക് ലങ്സിനോട് പറഞ്ഞു, ലങ്സ്, സഹീറാണ് പ്ലാൻ ചെയ്തെങ്കിലും അത് നടപ്പിലാക്കിയത് നീയാണ്. ലീഡറെ കൊലപ്പെടുത്തിയതിന്റെ ശിക്ഷ അതുകൊണ്ട് നീ ഏറ്റുവാങ്ങിച്ചേ പറ്റൂ. മാർക്ക് ഫെല്ലർ അത് പറഞ്ഞതും തികച്ചും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. മാർക്ക് പിടിച്ചിരിക്കുന്ന ആ ഇടം കൈ മുറിച്ചിട്ടുകൊണ്ട് ലങ്സ് തൊട്ടു മുന്നിലുള്ള ജനാല വഴി ഒരൊറ്റ ചാട്ടം. മാർക്ക് ലങ്സിന്റെ ഇടത് കൈയിൽ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ആ കൈ വിടുവിക്കാൻ ലങ്സിന് പറ്റിയില്ല. ലങ്സ് അവന്റെ വലം കൈ ഉപയോഗിച്ച് ഇടം കൈയിൽ ആഞ്ഞു വെട്ടുമ്പോൾ തന്നെ അവൻ ഇടം കൈയെ ഒന്ന് കത്തിക്കുകയും ചെയ്തു. സ്വയം ബോഡി കത്തിക്കാനുള്ള ഒരു ടെക്നിക്ക് ലങ്സിന് അറിയാം. ലങ്സിന്റെ കത്തുന്ന കൈയിലാണ് ഇപ്പൊ മാർക്ക് ഫെല്ലർ പിടിച്ചിരിക്കുന്നത്. മാർക്ക് ആകെ ഞെട്ടിപ്പോയി. തൊട്ട് മുൻഭാഗത്തുള്ള ജനാല വഴി പുറത്തേക്ക് ആ ഹ്യൂജ് രൂപം കുതിച്ചു പായുന്നത് പുറകെ ഓടിയെത്തിയ സിസ്റ്റർ ലിൻ കാണുകയും ചെയ്തു. സിസ്റ്റർ ലിൻ പെട്ടെന്ന് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, അത് ജിൻ ലങ്സ് അല്ലേ, ഹണ്ടർ ഓർഗനൈസേഷനിലെ? അതെ സിസ്റ്റർ. സിസ്റ്റർക്ക് അവൻ അറിയുമെന്നോ? അവൻ ഹണ്ടർ ഓർഗനൈസേഷൻ ആളല്ലേ. അവർ പലപ്പോഴും ലേലത്തിൽ പങ്കെടുക്കാൻ എത്താറുണ്ട്. ഒരുപാട് വിലപ്പെട്ട വിഭവങ്ങൾ അവരാണ് ലേലത്തിന് കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ ലങ്സിനെ എനിക്ക് നന്നായിട്ട് അറിയാം. സിസ്റ്റർ ലിൻ അത് പറയുമ്പോഴും മാർക്ക് ഫെല്ലർ ആ ജനാലെ കൂടി ലങ്സ് ഓടിപ്പോയ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതും സിസ്റ്റർ ലിൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നിന്റെ ശരീരത്തിൽ ട്യൂലൈറ്റ് എനർജി ഉണ്ടല്ലേ? മാർക്കിന്റെ ശരീരത്തിൽ സന്ധ്യാപ്രകാശത്തിൽ ലഭിക്കുന്ന ഊർജം കയറിയിട്ടുണ്ടോ എന്നുള്ള സിസ്റ്റർ ലിന്റെ ആ ചോദ്യം കേട്ടപ്പോൾ മാർക്ക് ഫെല്ലർ തികച്ചും ഞെട്ടി. ഞെട്ടലോടെ മാർക്ക് സിസ്റ്റർ ലിനോട് ചോദിച്ചു, സിസ്റ്റർക്ക് ഇതെങ്ങനെ മനസ്സിലായി? മാർക്ക്, നീ ലൈഫ് എനർജി ചോദിച്ചപ്പോ സ്വാഭാവികമായിട്ടും ഞാനത് അറിയണമല്ലോ. സിസ്റ്റർ എപ്പോഴാ എന്നെ മനസ്സിലാക്കിയത്? മാർക്ക്, നീ ആ ലേല ഹാളിലേക്ക് വെൻ ബ്രദേഴ്സിനൊപ്പം വന്നല്ലോ. എന്റെ അടുത്ത് ആ ഡാനി പൂക്കളുമായി നിന്ന നിമിഷത്ത് തന്നെ ഞാൻ നിന്നെ കണ്ടിരുന്നു. ആ നിമിഷത്ത് തന്നെ എനിക്ക് മനസ്സിലായി നിന്റെ ബോഡിയിൽ ട്യൂലൈറ്റ് എനർജി ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ നിനക്കൊപ്പം കൂടാൻ തീരുമാനിച്ചത്. ഞാൻ എതിർക്കുന്നത് ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ആണെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാൻ നിന്നെ സഹായിക്കണമെങ്കിൽ എനിക്ക് എന്റേതായ ഉദ്ദേശങ്ങളുണ്ടെന്ന് നീ കൂട്ടിക്കൂ. അവൾ കാര്യം പറയാതെ മാർക്കിനെ സഹായിക്കാമെന്ന് ഏൽക്കുകയാണ്. മാർക്ക് വല്ലാത്ത കൗതുകത്തോടെ സിസ്റ്റർ ലിന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഞാനിപ്പോ താങ്കളോട് കടപ്പെട്ടിരിക്കുകയാണ്. മാർക്ക് ആ കടപ്പാട് മനസ്സിൽ സൂക്ഷിക്കുക. എനിക്കൊരു ആവശ്യം വരുമ്പോൾ മാർക്ക് എന്നെ സഹായിക്കണം. അതിനുവേണ്ടിയാ ഞാൻ മാർക്കിനെ സഹായിക്കുന്നത്. അങ്ങനെ സിസ്റ്റർ ലിൻ പറയുമ്പോൾ മാർക്ക് ഫെല്ലർ അവൾ മാർക്കിന് കൊടുത്ത ആ അഡ്രസ്സിലേക്ക് ഒന്നുകൂടെ നോക്കി. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.